പുറത്തിറങ്ങിയ ഒരു ദൃശ്യ വിസ്മയം, എ മ്യൂസിക്കൽ കൾട്ട് ക്ലാസിക് മൂവി. ഹൊററും മിസ്റ്ററിയും പ്രണയവും സംഗീതവും എല്ലാം ഇഴചേർത്ത ത്രില്ലർ മൂവിയായിരുന്നു ദേവദൂതൻ. ഇന്ന് 2024 വർഷം പിന്നിടുമ്പോൾ അതേ സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് എത്തുകയാണ്. ലാലേട്ടൻ സിനിമയിൽ ഏറ്റവും ഫാൻ ബേസ് ഉള്ള സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊരു ചർച്ച തന്നെ ഉണ്ടായേക്കാം. പക്ഷേ ലാലേട്ടന്റെ സിനിമയിൽ ഏറ്റവും ഫാൻ ബേസ് ഉള്ള മ്യൂസിക്കൽ ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്ത മൂവി ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, ദേവദൂതൻ. ദേവദൂതന്റെ കഥയ്ക്ക് പിന്നിലെ ഉള്ള എല്ലാ കഥകളും തന്നെ നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. രഘുനാഥ് പലേരി എഴുതിയ അതിമനോഹരമായ ചലച്ചിത്രം. സിബി മലയിൽ അത് സ്ക്രീനിൽ എത്തിച്ചു. ചിത്രത്തെ കാലാതീതമാക്കിയത് അതിന്റെ സംഗീതമാണ്. കൈതപ്പുറത്തിന്റെ വരികൾക്ക് ജീവൻ പകർന്നത് സംഗീതത്തിന്റെ രാജാവ് വിദ്യാസാഗറും. കോക്കേഴ്സ് ഫിലിംസിന്റെ ബാനറിൽ CR കോക്കർ നിർമ്മിച്ച ഈ ചിത്രം വീണ്ടും 4K ദൃശ്യ മികവിലും ശബ്ദത്തിലും തിയേറ്ററിലേക്ക് എത്തുമ്പോൾ മഹേശ്വരനെയും അലീനയെയും വിശാൽ കൃഷ്ണമൂർത്തിയെ കാണാനും കേൾക്കാനും ഒരു തലമുറ കാത്തു നിൽക്കുകയാണ്. സോ ഒരിക്കൽ കൂടി ഏറെ സ്നേഹത്തോടെ എല്ലാവരെയും ഞാൻ ഈ ഒരു ഗ്രാൻഡ് ട്രെയിലർ ലോഞ്ച് ആൻഡ് പ്രസ് മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സോ ഓഡിയൻസ് ഒരു ഉഗ്രം കൈയടി കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഒഫീഷ്യൽ സെറമണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. യെസ്, താങ്ക് യു സോ മച്ച്. ആൻഡ് എനിക്കറിയാം ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നെ കാണാനോ എന്റെ ശബ്ദം കേൾക്കാനായിട്ട് ഒന്നുമല്ല. ഇതിന്റെ പിന്നിലും മുന്നിലെല്ലാം പ്രവർത്തിച്ച അണിയറ പ്രവർത്തകരെ കാണാനും അവരുടെ ശബ്ദം കേൾക്കാനുമായിട്ടാണ് എന്ന് എനിക്ക് നല്ലോണം അറിയാം. സോ ഈ സ്റ്റേജ് കുറച്ചും കൂടെ ധന്യമാക്കാൻ, കുറച്ചും കൂടെ കളർഫുൾ ആക്കാനായിട്ട് കുറച്ച് വിശിഷ്ട വ്യക്തികളെയും കൂടെ ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും ഇടം പിടിക്കുന്ന ഒരുപാട് നല്ല സിനിമകൾ നമ്മൾ മലയാളികൾക്ക് സമ്മാനിച്ച ലെജൻഡറി ഡയറക്ടർ സിബി മലയിൽ സാറിനെ ഏറെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയടി കൊടുക്കാം. കോക്കേഴ്സ് ഫിലിംസിന്റെ ബാനറിൽ CR സാർ തുടങ്ങി വെച്ച ആദ്യ പടം മുതൽ ആത്മാവ് ഉണ്ടാകും. എന്നാൽ ഒരു സിനിമയിലെ ഒരു ക്യാരക്ടറിന് ആത്മാവ് ഉണ്ടാകണമെങ്കിൽ അത് ദേവദൂതനിലെ വിശാൽ കൃഷ്ണമൂർത്തിയെ ഇത്രയും ഭംഗിയായി അവതരിപ്പിക്കാൻ ലോക സിനിമയിലെ ഒരേ ഒരു നടന വിസ്മയം, മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം, the complete actor, one and only മോഹൻലാൽ. സോ നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട ലാലേട്ടനെ ഞാൻ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. കാരണം 24 വർഷത്തിന് ശേഷം ഒരു സിനിമ, അത് മലയാളത്തിൽ എനിക്ക് തോന്നുന്നു അപൂർവമായി മാത്രം സംഭവിച്ച കാര്യമാണ്. സ്ഫടികം എന്ന് പറഞ്ഞ സിനിമ ഇതിനു മുമ്പ് നമുക്കറിയാം. പക്ഷെ എന്തുകൊണ്ടും അന്ന് സ്ഫടികം എന്ന് പറയുന്നത് ഒരു വലിയ വിജയ ചിത്രമായിരുന്നു. അതേസമയം ദേവദൂതൻ എന്ന് പറയുന്നത് എല്ലാ വിധത്തിലും ശ്രദ്ധിക്കപ്പെടുകയും അന്ന് കൊമേഴ്സ്യലായി മാത്രം സക്സസ് ആകാതെ പോയ ഒരു സിനിമയാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാവരും വളരെ വലിയ വലിയ ആളുകളാണ്. അങ്ങനെ ഒരു സിനിമ ചെറുപ്പക്കാർ മുതൽ സോഷ്യൽ മീഡിയയിലും എല്ലാ സ്ഥലത്തും ഇത് ഒരു ആഘോഷമാക്കി മാറ്റിയപ്പോഴാണ് ഇങ്ങനെ ഒരു തിരിച്ച് ഒരു റിലീസ് ആലോചിക്കുന്നത്. എന്തുകൊണ്ടും അന്ന് ഇത് ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് പറയാം. പക്ഷേ അതിലെ പാട്ടുകൾ എത്രയോ കാലമായി ഹിറ്റാണ്. അതിലെ സീൻസുകൾ എത്രയോ കാലമായി ആളുകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും ഇന്ന് ഇന്ത്യൻ 2 ചെയ്യുന്ന മുത്തുരാജ് ഉൾപ്പെടെയുള്ളവർ വർക്ക് ചെയ്ത സിനിമയാണ്. അന്നത്തെ പാട്ടുകൾ എല്ലാം, അതുപോലെ തന്നെ ജയപ്രദ തൊട്ട് ഇവിടെ ഈ പറയാൻ പോയാൽ ഒരുപാട് ചരിത്രമാണ്. പക്ഷെ ഒരുപാട് നമ്മൾ സമയം കളയാത്തതുകൊണ്ട് പറയുന്നില്ല. എങ്കിലും അന്ന് അങ്ങനെ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ശരിക്കും സിബി സാറ് സമരബത്തിനെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനൊരു സിനിമ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അന്ന് നരസിംഹ എന്ന് പറഞ്ഞ സിനിമ
ആശീർവാദ സിനിമ നരസിംഹ എന്ന സിനിമയ്ക്ക് ശേഷമാണ് ഈ സിനിമ. അപ്പോൾ ചേട്ടനെ വച്ചിങ്ങനെ സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ അന്ന് വിഷമത്തോടുകൂടി പറഞ്ഞു നമ്മൾ രാക്ഷസ സിനിമ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമയാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് എനിക്കത് മനസ്സിലായി. എന്നുവെച്ചാൽ എല്ലാ സിനിമകളും ഇഷ്ടപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാവരും വിശേഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ മോഹൻലാൽ എന്ന് പറയുന്ന വിസ്മയം മലയാളത്തിൽ എത്രയോ കാലമായി ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടും കരയിപ്പിച്ചുകൊണ്ടും എത്രയോ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു കിരീടത്തിൻ്റെ 37 വർഷം 35 വർഷം. അപ്പോൾ ഓരോ പടങ്ങളും നമ്മളിങ്ങനെ ഓർമ്മിക്കപ്പെടുന്നു. അതുപോലെ തന്നെ എത്രയെത്ര കഥാപാത്രങ്ങൾ, അതുപോലെ തന്നെ എല്ലാ കഥാപാത്രങ്ങളും വളരെ കൃത്യമായി ആളിലേക്ക് എത്തിക്കുവാൻ അതിൻ്റെ ഒരു വലിയ കഴിവ് മലയാളികൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ ആദ്യം തന്നെ പറയാൻ പോകുന്നത് ശ്രീ സിയാദ് കോക്കറിനെ കുറിച്ചാണ്. 1985 കൂടും തേടി എന്ന സിനിമയുമായി അദ്ദേഹം ഈ രംഗത്തേക്ക് വരുന്നു. ഈ നമുക്കെല്ലാവർക്കും അറിയാം, എറണാകുളം നഗരത്തിൽ മൈമൂൺ ലുലു തിയേറ്ററും അതുപോലെ തന്നെ കൊച്ചി കോൺഗ്രസ് തിയേറ്ററും ഒക്കെ ഉണ്ടായിരുന്ന അദ്ദേഹം ഒരു കലാകാരനായതുകൊണ്ട് മാത്രമാണ് സിനിമയിലേക്ക് വന്നത്. എന്നും എല്ലാ സിനിമകളോടും ഇഷ്ടവും, എല്ലാ സിനിമകളും തിയേറ്ററിൽ കാണുകയും ഒരു തിയേറ്റർ നടത്തിപ്പുകാരൻ ഉൾപ്പെടെ അതിനുപരി അദ്ദേഹം എപ്പോഴും സിനിമയോട് സ്നേഹമുള്ള ആളായിരുന്നു. ഞാൻ എൻ്റെ സിനിമ 91 മുഖചിത്രം സിനിമ സിയാദക്കയുടെ തിയേറ്ററിലാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് തന്നെ അന്ന് ഞാനൊരു കൊച്ചു പയ്യനായിരിക്കുമ്പോഴും എന്നെ വിളിച്ച് സന്തോഷമായിട്ട് പറയുന്നത് നല്ല സിനിമയാണ്, നന്നായിട്ടുണ്ട്, ഇതിവിടെ 50 ദിവസം എന്തായാലും ഓടും എന്ന് പറയുന്ന അന്ന് അങ്ങനെ ഒരു തിയേറ്റർ നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. ആ സമയത്ത് കൂടും തേടി എന്ന് പറയുന്ന സിനിമ, അന്ന് നമുക്ക് കൂടും തേടി എന്ന് പറയുന്ന സിനിമകൾ പോൾ ബാബുവാണ് ഡയറക്റ്റ് ചെയ്തത്. ആ സിനിമയിൽ വർക്ക് ചെയ്തിരിക്കുന്നത് PC ശ്രീറാം എന്ന ക്യാമറമാനാണ്. പലർക്കും അറിയില്ലാത്ത കാര്യമാണ്. PC ശ്രീറാമിനെയൊക്കെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത പടമാണ്. അപ്പോൾ അതിൽ വാചാലം എൻ മൗനം, ആ പാട്ട് ഇന്നും എല്ലാവരും പാടുന്നുണ്ട്, ഏത് ഗാനങ്ങളിലും ഉണ്ട്. അപ്പം എല്ലാ തരത്തിലും ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകളാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇങ്ങോട്ടുള്ള സിനിമ സമാധാനം, കമഴൽ കാവടി തൊട്ടുള്ള സമർപ്പണം, എനിക്ക് പറഞ്ഞാൽ തീരാത്തത്രയോ സിനിമകൾ ചെയ്തിട്ടുണ്ട്. സിയാദക്കയുടെ ഒരു സിനിമകളിലെ പാട്ടുകൾ മാത്രം നമ്മൾ ഇന്ന് തുടങ്ങിയാൽ നാളെ തീരുള്ളൂ, അത്രയും ഹിറ്റ് പാട്ടുകളുണ്ട്. അപ്പോൾ അത്രയ്ക്കും സിനിമയോട് ഇഷ്ടമുള്ള ഒരാൾ ചെയ്തൊരു സിനിമയാണ് ദേവദൂതൻ. സിയാദ് കോക്കർ എന്ന് പറയുന്ന ഒരു വലിയ നിർമ്മാതാവ് ഇങ്ങനെയൊരു ഈ കാര്യം രണ്ടാമത് ഇതുപോലെ റീലോഞ്ച് ചെയ്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിന് ഒരു വലിയ ഒരു മഹത്തായ കാര്യമാണ്. അതിന് വേണ്ട എല്ലാ സഹായം ചെയ്തുകൊണ്ട് ലാലേട്ടനും കൂടെ ഉണ്ട്, സിബു സാർ, ബാക്കിയുള്ള എല്ലാവരും ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത ഞാൻ സ്വാഗതം പറയേണ്ടതുകൊണ്ട് പറയാണ്, ഇങ്ങനെ ഒരു വലിയ കാര്യം ചെയ്യുന്ന ശ്രീ സിയാദ് കോക്കറിന് ആദ്യമായി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അത് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ലാലേട്ടന് സ്വാഗതം കുറച്ചുകൂടി കഴിഞ്ഞ് പറയാമെന്ന് വെച്ചിട്ടാണ്. കാരണം എല്ലാവരുടെയും പറഞ്ഞതിന് ശേഷം ചേട്ടനെ കുറിച്ച് പറയാം. അതിനെക്കുറിച്ച് പറയുമ്പോൾ സിബു സാറാണ്. സിബു സാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ അത്ഭുതപ്പെടുത്തിയ എത്രയോ സിനിമകൾ. ഇന്നലെ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോഴും ഭരതം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായതിൻ്റെ കഥയെക്കുറിച്ച് പറഞ്ഞു. ആ ഭരതം എന്ന് പറഞ്ഞ സിനിമ എല്ലാവരും വന്നതിന് ശേഷം ആ സിനിമ ഉണ്ടായ കഥ, അത് ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നത്, പക്ഷെ വളരെ രസകരമായ കാര്യമാണ്. അത് പെട്ടെന്നുണ്ടായ ഒരു സംഭവത്തിനുണ്ടായ ഒരു സിനിമ ഇന്ന് ജനങ്ങൾ ഏറ്റെടുത്ത അത്രയോ മനസ്സിലുള്ള സിനിമ. അതുപോലെ കിരീടം തൊട്ട് എത്രയോ സിനിമകൾ. അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ഈ സിനിമയും ഒരു നാഴികക്കല്ലാണ്. സിബു സാറിന് ഈ ഇതിൻ്റെ കോക്കേഴ്സിൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിക്കുന്നു. അത് കഴിഞ്ഞാൽ ജഗന്നാഥ് പലേരി, രഘുവേട്ടനോട് ഒരുപാട് സന്തോഷം. എപ്പോൾ കണ്ടാലും തമാശയായി എല്ലാ കാര്യങ്ങളും കാണുന്ന ഒരാൾ. ജീവിതത്തിൽ ഇത്രമാത്രം സീരിയസ് സിനിമകൾ എഴുതുകയും തമാശ പറയുകയും ചെയ്യുക, തമാശ പടങ്ങൾ എഴുതുമ്പോൾ സീരിയസ് ആയിട്ട് പറയുക, ഇങ്ങനെ പലതരത്തിലും സന്തോഷമായി ജീവിക്കുന്ന, ആരോടും ഒരു പരിഭവമില്ലാതിരിക്കുന്ന രഘുവേട്ടൻ ഒരുപാട് ഹിറ്റുകളുണ്ട്. അത് ഈ ഒരു സിനിമയുടെ ഭാഗമായി ഈ രഘുചേട്ടനുണ്ട്. രഘുചേട്ടൻ്റെ ഏറ്റവും വലിയ നല്ല ഇന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ക്രിപ്റ്റായി എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ദേവദൂതൻ. അദ്ദേഹത്തിനും സ്വാഗതം ആശംസിക്കുന്നു.
അതിനുശേഷം കൈതപ്രം തിരുമേനിയെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. എന്നൊന്നും കണ്ടേട്ടൻ മുതൽ ഇന്നും നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയോ എത്രയോ പാട്ടുകൾ, എല്ലാ പാട്ടുകളും, ഏത് പാട്ടുകൾ എഴുതുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു പറഞ്ഞാൽ തീരാത്തത്ര ഒരു കഴിവുള്ള ഒരാളാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന പല പാട്ടുകളും ആളുകൾ ഓർക്കാതെ, വരികൾ ഓർക്കാതെ പോകുമ്പോൾ തിരുമേനിക്ക് എന്തായാലും സന്തോഷമായിരിക്കാം. കാരണം മലയാളത്തിൽ മറക്കാത്ത ഒരുപാട് വരികൾ എഴുതി തന്നിട്ടുണ്ട്. ഒരുപാട് മലയാളികളുടെ മനസ്സിൽ അത്തരം വരികളുണ്ട്. അങ്ങനെയുള്ള കൈതപ്രം തിരുമേനി ഈ സിനിമയുടെ ഒരു ഭാഗമായിരുന്നു. അദ്ദേഹത്തിനും ഡോക്ടേഴ്സിൻ്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അത് കഴിഞ്ഞ് സന്തോഷ് തൊണ്ടിയിൽ ഞാനും ഒക്കെ. സന്തോഷ് തൊണ്ടിയിൽ എന്ന് പറയുന്നത് നിങ്ങൾ വെറും നിസ്സാരനായിട്ട് വിചാരിക്കരുത്. കൊച്ചു കൊച്ചു ഒത്താകെ എന്ന് പറഞ്ഞ സിനിമകളെടുത്ത് ഇവിടെ വലിയ സംഭവമാക്കിയ ഒരാളാണ്. ആദ്യത്തെ സിനിമ വർക്ക് ചെയ്യുമ്പോഴും ശിവസാന സിനിമയിലാണ് ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വ്യത്യാസമില്ല, അന്നും ഇന്നും ഒരു വ്യത്യാസമില്ലാതെ വളരെ എളിമയോടുകൂടി സിനിമയെ സമീപിക്കുകയും വളരെ വലിയ വലിയ സിനിമകൾ ചെയ്യുകയും ചെയ്താണ്. ഈ സിനിമയുടെ സമയത്തും ഇതുപോലെ തന്നെ ഒരുപാട് ഇന്ന് വളരെ പ്രശസ്തരായിട്ടുള്ള മധു നീലകണ്ഠനും വിനോദ് ഇല്ലമ്പള്ളിയൊക്കെ ആ അസിസ്റ്റൻസായിട്ട് കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് അദ്ദേഹം സിനിമയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഈ സിനിമ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചെയ്യുമ്പോൾ ഭയങ്കരമായ ബുദ്ധിമുട്ട് അനുഭവിച്ച്, രാത്രി കാലങ്ങളിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അതുകൊണ്ട് സന്തോഷ് ഇതിനകത്ത് ആ സന്തോഷിൻ്റെ ഒരു കഴിവ് നമ്മൾ ഈ സിനിമ ഇപ്പോൾ 4K കാണാം. അന്ന് ഫിലിമിൽ ഇതുപോലത്തെ ഗ്രേഡിംഗ് പരിപാടികളൊന്നും ഇല്ലാത്ത സമയത്തും വളരെ ഗംഭീരമായ വിഷ്വൽ കൊണ്ട് ആളുകളെ വിസ്മയിപ്പിച്ചതാണ്. സന്തോഷ് തൊണ്ടിയിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. പിന്നീടുള്ളത് വിനീതിനെ കുറിച്ച് എനിക്ക് പറയാനൊരു കാര്യമുണ്ട്. വിനീത് ഈ സിനിമയുടെ പല ഇന്റർവ്യൂകളും പറഞ്ഞിട്ടുണ്ട്, പട്ടി ഓടിച്ചിട്ട് കടിച്ച കാര്യം. പക്ഷെ ഇത് ഞങ്ങളൊക്കെ ഇത് നേരിട്ട് കണ്ട കാര്യമാണ്. കാര്യം എന്താ വെച്ചാൽ അതിൽ ഒരു കുഴിയിലേക്ക് പട്ടി ഓടിച്ചിട്ട് കൊണ്ടുവരുന്നതും അതിലേക്ക് ചാടുകയും അങ്ങനെ ചെയ്യുന്ന, കടിച്ചു പൊട്ടി വീഴുകയൊക്കെ ചെയ്യുന്നത് ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം പറഞ്ഞോട്ടെ സാർ, ആദ്യം ഞങ്ങൾ കുറേ പട്ടികൾ വേണം. അപ്പോൾ അങ്ങനെ ഊട്ടിയിലുള്ള കുറേ പട്ടികളെ സെലക്ട് ചെയ്തു. അങ്ങനെ ഊട്ടിയിൽ ഭയങ്കര ഗംഭീരമായ പട്ടികളാണ്. ആ പട്ടികൾ വന്നു ഭയങ്കരമായിട്ട് നോക്കും. ആദ്യത്തെ ദിവസം പഴനി മറ്റേ ഫൈറ്റ് മാസ്റ്റർ വന്നു. സംഭവം നടക്കുന്നില്ല, കാരണം ഈ പട്ടി ഒരു കാരണവശാൽ ഓടിക്കുന്നില്ല. അപ്പോൾ പഴനി എന്ത് ചെയ്തെന്ന് വെച്ചാൽ വിനീതിൻ്റെ കാലിലും വയലിലും ഒക്കെ കമ്പി കെട്ടിയിട്ടിട്ട് പട്ടിയുടെ കഴുത്തിലും കെട്ടി ഓടുമ്പോൾ കൂടെ വന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഓടുന്നില്ല, അപ്പോഴും ഇതൊന്നും സിങ്കാകുന്നില്ല. അപ്പോൾ ഉടനെ നമ്മൾ മദ്രാസിൽ നിന്ന് പട്ടിയെ കൊണ്ടുവന്നു. മദ്രാസിലെ പട്ടി ഒട്ടും കറക്റ്റ് ആകുന്നില്ല. അപ്പം അങ്ങനെ പഴനി പറഞ്ഞു ഒരു പണിയുണ്ട്, രാത്രി കിടന്നിട്ട് ഉറക്കമൊന്നുമില്ല. പഴനി പറഞ്ഞൊരു പണിയുണ്ട്, നാളെ പട്ടി ഓടുമെന്ന് പറഞ്ഞു. ഈ വിനീതിൻ്റെ കാലെ ബീഫ് വെച്ച് കെട്ടി, ആ പട്ടികളുടെ മുമ്പ് വെച്ച് കെട്ടി. പിന്നെ പട്ടിയെ തുറന്നിട്ട് ഇവിടെ ആയിരിക്കും, ഓടിച്ചിട്ട് വിനീതിനെ ഇട്ട് കടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വിനീത് അറിയാതെ കുഴിയെ ചാടിയോണ്ട് ഇന്നോട് ഇരിപ്പുണ്ട്. അങ്ങനെ അത് യാഥാർത്ഥ്യമാണ്. ആ കുഴിയിൽ ഓടിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ട് ഒരുപാട് യാതനകൾ അനുഭവിച്ച ഒരാളാണ് ഈ സിനിമയുടെ പേരിൽ സ്വാഗതം ചെയ്തു. ഇവിടെ വേറെ നമ്മുടെ ഇരിപ്പുണ്ട് ഭൂമിയേട്ടൻ. ഈ സിനിമ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഭൂമിയേട്ടനെ കുറിച്ച് പറഞ്ഞാൽ താളത്തെക്കുറിച്ച് ഇപ്പോൾ പല എഡിറ്റേഴ്സിനും ക്ലാസിക്കൽ സംഗീതത്തെക്കുറിച്ചൊന്നുമില്ല. നിങ്ങൾ കണ്ടിട്ടുള്ള തുള്ളിയും കമലതുള്ളും ഭരതവും അങ്ങനെയുള്ള സിനിമകളും ക്ലാസിക്കൽ പാട്ടുകളും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ താളത്തിനനുസരിച്ച് വേണം അതിൻ്റെ എഡിറ്റ് എന്ന് പറയുന്നത്. ഇത്രമാത്രം താളബോധം, ക്ലാസിക്കൽ സംഗീതം അറിയാവുന്ന ഒരാളാണ് ഭൂമിയേട്ടൻ. ഇതിൽ ഒരു ശരിക്കും പറഞ്ഞാൽ എന്തൊരു മഹാനുഭാവം എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോഴും നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ അറിയാം. അതിൽ എവിടെയാണ് ചെല്ലോ വേണം, അല്ലെങ്കിൽ എവിടെയാണ് വയലിൻ, എവിടെയാണ് വേണ്ടെന്ന് അത്ര കൃത്യമായിട്ട് അറിയാവുന്ന ഒരു എഡിറ്ററാണ്. അത്തരം ഒരു എഡിറ്റർ മലയാളത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ശരത്തുണ്ട്. ശരത്ത് അതിൻ്റെ ഒരു വലിയ ഭാഗമായിരുന്നു. ശരത്തും സിനിമയിൽ നല്ല വേഷമാണ് ചെയ്തത്. ശരത്തിനെ ഈ സിനിമയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി എനിക്ക് പറയാനുള്ളത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരാളെ കുറിച്ചാണ്. ലാലേട്ടനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയും. കാരണം ഇത്രമാത്രം കഷ്ടപ്പെടുന്ന, എൻ്റെ അനുഭവത്തിലാണ്. ഇപ്പം എൻ്റെ ഒരു സിനിമ കഴിഞ്ഞിട്ട് രാത്രിയിലും പകലും ഇല്ലാതെ ഷൂട്ട് ചെയ്തിട്ട് രാവിലെ 5 മണി വരെ മഴ നനഞ്ഞു നിന്ന് ഷൂട്ട് ചെയ്യുന്ന, ഒരു പരാതിയില്ല, പരിഭവമില്ല, ഒന്നുമില്ല, ഒരു കാരവാനിലിരിക്കത്തില്ല.
ഒരു നമ്മുടെ കൂടെ ചേർന്ന സൈഡിലിരുന്ന് ഇങ്ങനെ ചെയ്യുന്ന ഒരാൾ 47 വർഷമായി ചേട്ടൻ സിനിമയിൽ തുടങ്ങിയിട്ടെന്ന് ചേട്ടൻ തിരുനോട്ടം വെച്ച് പറയും. ഈ 47 കൊല്ലവും മലയാളികളുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു സ്വകാര്യ അഹങ്കാരമായി കാണുന്ന ചേട്ടന് ഈ സിനിമയുടെ സമയത്തും എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഊട്ടിയിലെ അതിഗംഭീരമായ തണുപ്പ്, രാത്രി ആണ് മുഴുവൻ ഷൂട്ടിങ്. നിങ്ങൾ സിനിമ കാണും പറയും നൈറ്റാണ് ഷൂട്ട് മൊത്തം, പകലേ അവിടെ നിൽക്കാൻ പറ്റില്ല. അതിഭീകരമായ കൊടും തണുപ്പത്താണ്. അതിൻ്റെ കൂടെ അവിടെ അന്ന് മഴയും എല്ലാം ഉണ്ട്. ഇത് മുഴുവൻ സഹിച്ചുകൊണ്ട് ഇതിൻ്റെ കൂടെ എല്ലാ ദിവസവും രാത്രി കാലങ്ങളിൽ പകലൊന്നുമില്ലാതെ രാവിലെയൊക്കെ ചേട്ടൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഇന്ന് മറക്കാത്ത കാര്യമാണ്. ചേട്ടൻ്റെ ഊട്ടി കോളേജ് ഷൂട്ട് ചെയ്യുമ്പോൾ അന്ന് 2:30 ആയപ്പോൾ ചേട്ടൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് 4 മണിയുണ്ട്. സിൽസാറൊക്കെ എല്ലാവരും പറഞ്ഞ് 4 മണിയാവുന്നു. ചേട്ടൻ പോയില്ല. ഇത്രയും പേര് നിങ്ങൾ ഇവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും പോകുന്നില്ല, ഞാൻ നമുക്ക് ഒരുമിച്ച് പോകാം, തീർത്തിട്ട് പോകാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഇങ്ങനെയുള്ള മലയാള സിനിമയ്ക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം. മലയാളത്തിൽ കുറച്ച് നാളുകൂടെ നമ്മൾ രക്ഷപ്പെട്ടു പോകും. ഇങ്ങനെ ഒരാൾ ഉള്ളത് കൊണ്ട് ഈ സിനിമയുടെ റിലീസ് ചെയ്യുമ്പോഴും സന്തോഷത്തോടെ ആത്മാർത്ഥതയോടുകൂടി ഇവിടെ വന്നിരുന്ന് ഇതിനു വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു നൽകുന്ന പ്രിയപ്പെട്ട ലാലേട്ടന് സ്വാഗതം. അന്നുണ്ടായിരുന്നത് രഘുനാഥ് പലേരി എന്ന എൻ്റെ പ്രിയ സുഹൃത്ത് മാത്രമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ഈ സ്വപ്നം കണ്ടത്, ഈ സ്വപ്നം നെയ്തെടുത്തത്. പക്ഷേ ഞങ്ങൾക്ക് ഇന്നും അജ്ഞാതമായ കാരണങ്ങളാൽ ആ സിനിമ സംഭവിച്ചില്ല. പിന്നീട് 18 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെ ആ സ്വപ്നങ്ങൾക്ക് ചിറക് മുളിപ്പിക്കാൻ ഞങ്ങളുടെ കൂടെ കൂടിയ ആളാണ് സിയാദ്. സിയാദ് ഈ സിനിമ നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ പിന്നീട് ഞങ്ങളോടൊപ്പം ചേർന്നതാണ് പ്രിയ മോഹൻലാൽ, വിദ്യാസാഗർ, സന്തോഷ്, അങ്ങനെ ഒരുപാട് ടെക്നീഷ്യന്മാർ. എൻ്റെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഈ സിനിമയ്ക്ക് വേണ്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സിനിമ നമ്മൾ ആഗ്രഹിച്ച പോലെ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അത് വേണ്ട രീതിയിൽ സ്വീകരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. ആദ്യ തവണ 1982-83 കാലഘട്ടത്തിൽ ഞാനും രഘുവും കൂടി ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഏകദേശം 1 വർഷക്കാലം ഞങ്ങൾ ആ സ്ക്രിപ്റ്റിൽ മാത്രം വർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അന്ന് സംഭവിക്കാതെ പോയ ആ സിനിമ വീണ്ടും റീവർക്ക് ചെയ്യുമ്പോൾ 2000-ൽ അത് ചെയ്യുമ്പോൾ വീണ്ടും ഞങ്ങൾ 1 വർഷക്കാലം അതിൻ്റെ പുറകിൽ, ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തെ കാണാൻ പോലും പോകാതെ 1 വർഷക്കാലം എറണാകുളത്തെ ഒരു വീടെടുത്ത് താമസിച്ചിട്ട് ഞങ്ങൾ ഈ സ്ക്രിപ്റ്റ് റീവർക്ക് ചെയ്തു. അത്രമാത്രം സമർപ്പണത്തോടെ ഞാൻ ചെയ്ത മറ്റൊരു സിനിമയുമില്ല എന്നെനിക്ക് ഉറപ്പിച്ച് പറയാം. അതും പക്ഷേ നമ്മൾക്ക് വലിയ നിരാശ സംഭവിച്ചൊരു സിനിമയാണത്. എനിക്കും സിയാദിനും രഘുവിനൊക്കെ വലിയ രീതിയിൽ കാര്യത്തിൽ വലിയ സങ്കടങ്ങൾ വരുത്തിയൊരു സിനിമ കൂടിയാണ്. ഇന്ന് 24 വർഷങ്ങൾക്ക് ശേഷം ആ സിനിമ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഈ സിനിമയ്ക്ക് അന്ന് കാലം തെറ്റിപ്പറന്ന സിനിമയെന്ന് പറയുമ്പോൾ ഇന്ന് ഇതാണ് ഈ സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തേണ്ട കാലം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം 2000-ൽ ഈ സിനിമ ഇറങ്ങിയപ്പോൾ ജനിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു തലമുറ ഇന്ന് ഈ സിനിമയെക്കുറിച്ച് സോഷ്യൽ മീഡിയയുടെ ഇടങ്ങളിൽ നടത്തുന്ന അവരുടെ അഭിപ്രായങ്ങൾ, ഈ സിനിമയോടുള്ള അവരുടെ താല്പര്യങ്ങൾ വലിയ ചർച്ചയായി മാറുമ്പോഴാണ് ഒരുപാട് പേര് നമ്മളോട് ആവശ്യപ്പെടുന്നു ഇത് റീമാസ്റ്റർ ചെയ്ത് റിലീസ് ചെയ്യേണ്ടതുണ്ട്. അതിനായി കാത്തിരിക്കുന്ന ഒരുപാട് വലിയ ഒരു പ്രേക്ഷക സമൂഹമുണ്ട്. ഞങ്ങൾ തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നമ്മൾ ഇങ്ങനെയൊരു റീമാസ്റ്റേർഡ്, എഡിറ്റഡ് 4K അറ്റ്മോസ് വേർഷനിലേക്ക് ഈ സിനിമ കൊണ്ടുവരുന്നത്. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് സിയാദിൻ്റെ മകളും ഉൾപ്പെടെയുള്ള ബോണി തുടങ്ങിയ കുറച്ച് ചെറുപ്പക്കാരുടെ കഠിനമായ പരിശ്രമമാണ് ഇതിനുള്ളത്.
അവരെല്ലാവരും കൂടെ ചേർന്ന് ഇതിൻ്റെ ഒരു പ്രവർത്തനം പാതി വഴിയിലെത്തിയപ്പോഴാണ് എന്നെ അറിയിക്കുന്നത് ഞങ്ങളിങ്ങനെ ഒരു മൂവ്മെൻ്റ് ഉണ്ടാകുന്നത്. ഞാനത് പോയി കണ്ടപ്പോഴാണ് ഞാനാണ് നിർദ്ദേശിച്ചത് ഇത് എഡിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു പുതിയ വേർഷൻ നമ്മളിതുവരെ കഴിഞ്ഞ പ്രാവശ്യം ഇതിനു മുമ്പ് റിലീസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആ കണ്ടൻറ്റിൽ നിന്നും കാര്യമായൊരു എഡിറ്റിംഗ് നടത്തിക്കൊണ്ടാണ് ഇന്ന് ഈ വേർഷനിലേക്ക് എത്തുന്നത്. അതിൻ്റെ കൂടെ സഞ്ചരിച്ച ഒരുപാട് പേരുണ്ട്. പുതിയ തലമുറയിലെ ചെറുപ്പക്കാർക്ക് കൂടാതെ തന്നെ ആദ്യകാലത്ത് ഈ സിനിമ ചെയ്യുമ്പോൾ ആദ്യ തവണ ഈ സിനിമ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. പ്രിയ അഭിനേതാവ്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് മുരളിയും ഇതിൻ്റെ സൗണ്ട് മിക്സിംഗ് നടത്തിയ ശ്രീധറും മുരളിയും ഇന്ന് നമ്മളൊപ്പമില്ല. ശ്രീധർ AR റഹ്മാൻ്റെ എല്ലാ പാട്ടുകൾക്കും എല്ലാ സിനിമകൾക്കും ഫൈനൽ മിക്സിംഗ് ചെയ്യുന്ന സൗണ്ട് റെക്കോർഡിസ്റ്റായിരുന്നു. അന്ന് അദ്ദേഹം ഒരുമിച്ച് ഇതിൻ്റെ DTS മിക്സിംഗ് ചെയ്യുമ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓഡിയോ ട്രാക്സ് എനിക്ക് ഇതിനു മുമ്പ് കിട്ടിയിട്ടേ ഇല്ല. അതുകൊണ്ട് രാവും പകലും ഉറക്കമൊഴിച്ചിരുന്ന് അദ്ദേഹം ഇതിൻ്റെ മിക്സിംഗ് ചെയ്തു. പക്ഷേ നമ്മളുടെ തിയേറ്ററുകളിൽ അന്ന് എല്ലാ വ്യാപകമായിട്ട് DTS സംവിധാനം ഇല്ലാത്തത് കൊണ്ട് എല്ലാ പ്രേക്ഷകർക്കും അതിൻ്റെ പരിപൂർണമായ ഒരു ആസ്വാദന സാഹചര്യം ഇല്ലാതെ പോയി എന്നുള്ളതാണ് സംഭവിച്ച മറ്റൊരു സങ്കടം. ഇന്ന് പക്ഷേ നമ്മൾ 4K അറ്റ്മോസ് വേർഷനിലേക്ക് എത്തുമ്പോൾ നമുക്ക് ധാരാളം തിയേറ്ററുകളുണ്ട്. അതിന് അത്തരം സാങ്കേതിക സാഹചര്യങ്ങളുള്ള ഒരുപാട് തിയേറ്ററുകളുണ്ട്. നമ്മളിതൊരു വൈഡ് റിലീസിലേക്കല്ല പോകുന്നത്. നമ്മൾ ഇത്തരം സാങ്കേതിക സംവിധാനങ്ങളുള്ള തിയേറ്ററുകളിൽ മാത്രമായിരിക്കും ഇത് റിലീസ് ചെയ്യപ്പെടുക. അതോടൊപ്പം തന്നെ എന്നോടൊപ്പം പ്രവർത്തിച്ച മറ്റ് പ്രിയപ്പെട്ട ആൾക്കാരെല്ലാം ഭൂമിയെക്കുറിച്ച് പറഞ്ഞു. ഭൂമിനാഥൻ എൻ്റെ സിനിമയുടെ ഏറ്റവും വലിയ ബലമായിട്ട് എനിക്ക് എപ്പോഴും കൂടി ഉണ്ടായിരുന്നത് ഭൂമിനാഥനാണ്. രഞ്ജിത്ത് പറഞ്ഞത് 100% ശരിയാണ്. ഇത്രമാത്രം താളബോധമുള്ള ഒരു എഡിറ്ററില്ല. ഭൂമി നന്നായിട്ട് മൃദംഗം വായിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ താളബോധം അദ്ദേഹത്തിന് ജന്മസിദ്ധമായിട്ടുള്ളതാണ്. ഒപ്പം സന്തോഷ്, രഘു എല്ലാവരും ഇന്നിവിടെ നമ്മുടെ കൂടെ ഇല്ലാതെ പോയ ഒരാൾ കൂടിയുണ്ട്. അത് ഈ സിനിമയുടെ ഏറ്റവും വലിയ ആത്മാവെന്ന് പറയാവുന്ന, ഇതിൻ്റെ സോളെന്ന് പറയാവുന്ന സംഗീതത്തിൻ്റെ പിന്നണിയിൽ അതിന് കാരണക്കാരനായ പ്രിയ വിദ്യാസാഗറാണ്. സാധാരണ നമ്മളൊരു സിനിമയുടെ പൂർത്തീകരണം, അതിൻ്റെ തിരക്കഥ പൂർത്തീകരിച്ചിട്ടാണ് സംഗീത സംവിധായകനെ കാണുകയും നമ്മൾ ആ കഥ പറയുകയും സംഗീത പാട്ടുകളുടെ സന്ദർഭങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുകയും ചെയ്യാറുള്ളത്. പക്ഷേ ഇതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഫസ്റ്റ് റൈറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ വിദ്യാസാഗറിനെ വിളിക്കുക. അദ്ദേഹം ഇവിടെ വരികയും ഞങ്ങളോടൊപ്പം ഇരുന്ന് കഥ കേട്ട് കഥാസന്ദർഭങ്ങൾ കേട്ട് അദ്ദേഹത്തിൻ്റെയും കൂടെ ഇൻപുട്സ് എല്ലാം കൂടെ സ്വീകരിച്ചുകൊണ്ടാണ് അതിൻ്റെ സെക്കൻഡ് റൈറ്റിങ്ങിലേക്ക് പോകുന്നത്. ഇത് കമ്പോസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇവിടെ വന്നപ്പോൾ, ഇവിടെ എറണാകുളത്തൊരു വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അന്ന് രാവിലെ ഇവിടെ അദ്ദേഹം എത്തി. എനിക്ക് അന്നും ബോംബെയിലേക്ക് പോകേണ്ട കാര്യമുണ്ടായിരുന്നു. ഞാനും സിയാദും കൂടെ ഈ സിനിമയിലെ അന്ന് ജയപ്രദ ചെയ്ത വേഷത്തിനായിട്ട് ആദ്യമായി നമ്മൾ കണ്ടത് രേഖ എന്ന ഹിന്ദി അഭിനേത്രിയാണ്. അപ്പോൾ അവരുമായിട്ട് അന്നൊരു മീറ്റിംഗ് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അന്ന് ഉച്ചയ്ക്ക് ബോംബെയിലേക്ക് പോകേണ്ടതുണ്ട്. വിദ്യാസാഗർ വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു അരമണിക്കൂർ വിദ്യാസാഗറുമായിട്ട് ഇരുന്ന് സിറ്റുവേഷൻസിനെ കുറിച്ചൊക്കെ നറേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ എയർപോർട്ടിലേക്ക് പോകാൻ സമയമായി, ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഞാൻ ഉടനെ തന്നെ പോകുമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു മുറിയിലേക്ക് പോയി, നിങ്ങൾ കമ്പോസ് ചെയ്തോളൂ, ഞാൻ നാളെ വരുമ്പോൾ കേൾക്കാമെന്ന് പറഞ്ഞു. ഞാൻ മോളിൽ പോയി എൻ്റെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഒരു അരമണിക്കൂറിൽ താഴേക്ക് വരുമ്പോൾ വിദ്യ എൻ്റെ അടുത്ത് പറഞ്ഞു, CBG 1 മിനിറ്റ് ഒരു പാട്ട് കൂടെ ഒരു ട്യൂണായിട്ടുണ്ടെന്ന് കേട്ടിട്ട് പോയിക്കോളാം പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു ട്യൂൺ മൂളി. എന്നെ വല്ലാതെ ആകർഷിച്ചു ആ ട്യൂൺ. അപ്പോൾ തന്നെ തിരുമേനി പറഞ്ഞു ഞാനൊരു 4 വരി എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ തിരുമേനിയും വിദ്യാസാഗറും കൂടെ ആദ്യത്തെ കമ്പോസ് ചെയ്ത പാട്ടിൻ്റെ ആദ്യത്തെ 4 വരികൾ പാടി കേൾപ്പിച്ചു. അതാണ് കരളെ എന്നിൽ കൈപിടിച്ചായിരുന്ന പാട്ട്. ഒരു നിമിഷ നേരം കൊണ്ട് സൃഷ്ടിക്കുകയാണ്. പിന്നീട് എന്തൊരു മഹാനുഭാവരും എന്ന് പറയുന്ന പാട്ട് വിദ്യാസാഗർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് 1 മാസക്കാലം അദ്ദേഹം അതിൻ്റെ നൊട്ടേഷൻസ് എഴുതുവാൻ വേണ്ടി മാത്രം, അതിൻ്റെ കമ്പോസിഷൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള അതിൻ്റെ എല്ലാ പടികളും എടുക്കാൻ അദ്ദേഹത്തിന് 1 മാസത്തോളം വേണ്ടു. അതിനുശേഷമാണ് റെക്കോർഡിങ്ങിലേക്ക് പോയത്. അങ്ങനെ സംഗീതത്തിൻ്റെ ഏറ്റവും ഈ സിനിമ സംഗീതത്തിൻ്റെ ആത്മാവ് പൂർണ്ണമായിട്ടും നിലനിൽക്കുന്ന ഒരു
കഥയാണ്, ഒരു സിനിമയാണിത്. അത് സാധ്യമായത് വിദ്യാസാഗർ എന്ന് പറയുന്ന മാന്ത്രികനായ സംഗീതത്തിലൂടെയാണ്. അതിന് ഏറ്റവും ഉചിതമായ വരികൾ എഴുതുന്ന പ്രിയ തിരുമേനിയാണ്. എല്ലാവരെയും സ്നേഹത്തോടെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഒപ്പം ഈ സിനിമയെ ഒരു വലിയ ഒരു പ്രോജക്റ്റാക്കി മാറ്റാൻ കാരണം മോഹൻലാൽ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അഭിനേതാവാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ശക്തിയും ബലവുമായി തീർന്നത്. വീണ്ടും ഈ 24 വർഷങ്ങൾക്ക് ശേഷം ഈ പുതിയ വേർഷൻ്റെ ട്രെയിലർ ലോഞ്ചിനായിട്ട് അദ്ദേഹം നമ്മളോടൊപ്പം ഇവിടെ എത്തിയതിൽ അദ്ദേഹത്തോടുള്ള എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. എല്ലാവരെയും ഞാൻ തിയേറ്ററുകളിലേക്ക് ഈ റിലീസ് ചെയ്ത ദിവസം അത് താമസിയാതെ ഇവിടെ അനൗൺസ് ചെയ്യുന്ന ഡേറ്റ് എല്ലാവരെയും ഞാൻ തിയേറ്ററുകളിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു, നിങ്ങൾക്ക് ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത, മലയാള സിനിമയിൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ദൃശ്യ ശ്രാവ്യ അനുഭവമായിരിക്കും ദേവദൂതൻ ഈ റീമാസ്റ്റേർഡ് റീ എഡിറ്റഡ് ന്യൂ വേർഷൻ. എല്ലാവർക്കും എൻ്റെ സ്നേഹവും നന്ദി. താങ്ക് യു സാർ. സോ അടുത്തതായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് ഏറെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ദേവദൂതൻ എന്ന ഈ മൂവിയുടെ പ്രൊഡ്യൂസർ CR കോക്കർ സാറിനെയാണ്. നല്ലൊരു കൈയ്യടി നൽകിക്കൊണ്ട് നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. 85-ൽ ഞാൻ സിനിമ തുടങ്ങുമ്പോഴത്തേക്കും വളരെ സ്നേഹത്തോടുകൂടി എൻ്റെ കൂടെ സഞ്ചരിച്ച ഒരു മനുഷ്യനാണ് മിസ്റ്റർ മോഹൻലാൽ. വളരെയധികം നാളുകൾ സഞ്ചരിച്ച് കുറേ നല്ല സിനിമകളുണ്ടായി. അങ്ങനെ ഒരു ബന്ധത്തിൻ്റെ പുറത്താണ് ദേവദൂതൻ എന്ന് പറഞ്ഞ പടം ഞാൻ ഉണ്ടാക്കിയത്. പക്ഷേ എൻ്റെ മനസ്സിലോ എൻ്റെ സിബി എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിൻ്റെയോ ഡയറക്ടറായിട്ടുള്ള സുഹൃത്തിൻ്റെയോ രഘുനാഥ് എല്ലാത്തിൻ്റെയും ഒരു ആശയം, ഇത് നമുക്ക് എന്തെങ്കിലും ഇത് നമ്മൾ എന്താ പറയാൻ ഉദ്ദേശിച്ചത് ജനത്തിനെ അറിയിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കറിയാമായിരുന്നു. അപ്പോൾ അത് പലപ്പോഴായിട്ട് ഇതിൻ്റെ ഗാനങ്ങളും ഫോട്ടോഗ്രാഫി, വസ്ത്രാലങ്കാരവും SP സതീഷിനെ നേരത്തെ പറഞ്ഞത് SP സതീഷിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റിലേക്ക്, എൻ്റെ മകളുടെ ഒരു ടീമുണ്ട്, അതിൽ ബോണി എന്ന് പറഞ്ഞ ഒരാൾ ഇത് 4K ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ എന്നോട് പറഞ്ഞത് ഞങ്ങളൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. അതിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ഇപ്പോൾ ഒരു സെക്കൻഡ് വേർഷൻ. എനിക്ക് അഭിമാനത്തോട് പറയാൻ പറ്റും. അതായത് ഇത് കഴിഞ്ഞു, എല്ലാ 4K റെസൊല്യൂഷനിലൊക്കെ ചെയ്തതിന് ശേഷം ഈ എഡിറ്റഡ് വേർഷൻ ഞങ്ങൾ കണ്ടപ്പോൾ എന്ത് സൗന്ദര്യം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ കാണാനുള്ള, അതായത് അതാണ് അതിൻ്റെ കാതൽ. ദേവദൂതൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ കാതൽ ഇപ്പോഴുണ്ട്. അന്നുണ്ടായിരുന്നില്ല എന്നല്ല, ഇന്ന് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഡിഫറൻറ്റ് ദേവദൂതൻ. അതിൽ 24 വർഷത്തിന് മുമ്പ് ഒക്കെയാണെങ്കിലും എൻ്റെ സുഹൃത്തായ മോഹൻലാൽ ഇപ്പോൾ ഉള്ളതിലും സൗന്ദര്യത്തിലാണ് അതിലിരിക്കുന്നത്. ഒരിക്കലും അത് ഒരു പഴകിയ സിനിമയാണെന്ന് ആരും പറയില്ല. രണ്ടാമത്തെ കാര്യം അതിൻ്റെ മ്യൂസിക്, തിരുമേനിയുടെ വരികൾക്ക് നമ്മുടെ വിദ്യാസാഗർ ചെയ്ത മ്യൂസിക്, അതിൻ്റെ ഫോട്ടോഗ്രാഫി, ഇതെല്ലാം തന്നെ ഇന്ന് നമുക്ക് ഈ DI ഹൈ റെസൊല്യൂഷനിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ മാറ്റുരക്കുന്ന വിധത്തിലാണ്. എസ്പെഷ്യലി അറ്റ്മോസ് ചെയ്ത അവരെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. മറ്റേ എല്ലാവർക്കും ഇതൊരു പുതിയ അനുഭവമായിട്ടാണ്. നമ്മൾ എവിടെയൊക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ, സപ്ത റെക്കോർഡിംഗ് സ്റ്റുഡിയോ, അവിടെയാണ് ഫൈനൽ മിക്സും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത്, അറ്റ്മോസും കാര്യങ്ങളും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവർ കാണിച്ചു തന്നപ്പോഴത്തേക്കും, മിക്സി കഴിഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും ഒരു സംഭവം ഉണ്ടല്ലോ ഇതിൽ. വിദ്യയുടെ റീ റെക്കോർഡിങ്, സോങ്സ്, കാര്യങ്ങളെല്ലാം തന്നെ എടുത്തു പറയേണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തിലും പഴകിയതല്ലാത്ത ഡ്രസ് കോഡ് അതിലുണ്ടായിരുന്നു. ആ ഡ്രസ്സ് എന്ന് പറയുന്നത് SP സതീശൻ്റെ മാത്രമാണ്. സതീഷ്
ഇപ്പോൾ എൻ്റെ എല്ലാ പടങ്ങളിലും ഒരു കോസ്റ്റ്യൂമറായിരുന്നു അദ്ദേഹം. സബറിൻഡത്തിലെ എല്ലാണെങ്കിലും ഈ പടം കണ്ടപ്പോഴത്തേക്കും എനിക്ക് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞു, അന്ന് ചെയ്തേക്കുന്ന കോസ്റ്റ്യൂം ഇന്നത്തെ സ്റ്റൈലില്ല, ഒരിക്കലും അത് അന്നത്തെ ഒരു സ്റ്റൈല് എന്ന് പറയുന്ന ലെവലല്ലായിരുന്നു. അതെന്നെ ഏറ്റവും കൂടുതൽ ആഹ്ലാദിപ്പിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു റീമാസ്റ്റർ ചെയ്ത് ഇവിടെ വരുമ്പോഴത്തേക്കും അപ്പോൾ ഈ കോസ്റ്റ്യൂംസ് ഒക്കെ പഴയത് ഒരിക്കലുമല്ല. എസ്പെഷ്യലി ലാൽ സാറിൻ്റെയും ലാലിൻ്റെയും മറ്റുള്ള എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും അങ്ങനെ എല്ലാ വിധത്തിലും ഒരു പുതുമ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ആരോ പറയുന്നത് കേട്ടു, അതായത് ഒരു പുതിയ സിനിമ റിലീസ് ചെയ്യുന്ന ലെവലിലാണ് ഞങ്ങൾ ഈ സിനിമ ഇപ്പോൾ ബ്രിങ് ഔട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടും സന്തോഷം. തീർച്ചയായിട്ടും ഇനി എപ്പോൾ എനിക്കറിയില്ല ലാലുമായിട്ട് സഹകരിച്ചൊരു സിനിമ ഉണ്ടാകും എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അത് കാരണം ഇതിവിടെ എത്തിയതിന് നന്ദി, ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയതിൽ നന്ദി. എല്ലാവരുടെ പ്രാർത്ഥനയും ഞങ്ങൾക്ക് ഉണ്ടാവണം. ഇതൊരു വലിയ വിജയം എന്ന് പറഞ്ഞൊരു 5 കോടി ക്ലബ്ബോ 10 കോടി ക്ലബ്ബൊന്നും എനിക്ക് ആഗ്രഹമില്ല. ഞങ്ങൾ ഉദ്ദേശിച്ച സിനിമ ഇതാണ് എന്ന് ഇന്ന് ജനങ്ങളെ ബോധിപ്പിക്കുക. ബാക്കി ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എല്ലാവരുടെ പ്രാർത്ഥനകളും വേണം. എല്ലാ സന്തോഷത്തോടെ ഞാൻ നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സർ. സോ ഒരു സ്പെഷ്യൽ മൊമെൻറ്റ് ആശംസ പ്രസംഗത്തിനായി ഞാൻ ഏറെ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് ഒരു വിശിഷ്ട വ്യക്തിയെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട എ വെൽ നോൺ പ്രൊഡ്യൂസർ മിസ്റ്റർ ആന്റണി പെരുമ്പാവൂർ. ആന്റണി സാറിനെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതിയായ സന്തോഷം. ശരിക്കും മോഹൻലാൽ സാറിൻ്റെ ഒരു സിനിമ, പുതിയൊരു സിനിമ റിലീസ് ചെയ്യുന്ന ഒരു ഫീലിങ്ങോടെയാണ് ഇവിടെ നിൽക്കുന്നത്. ശിവി സാറും ലാൽ സാറുമായിട്ട് ഒരുപാട് സിനിമകൾ ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് വരികയും അതിൽ സഹകരിക്കുകയും അതിൻ്റെ കൂടെ യാത്ര ചെയ്യുകയും ചെയ്ത് കാലത്തിന് തൊട്ട് കുറച്ച് മുൻപ് റിലീസ് ചെയ്ത, എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്ന 2-3 സിനിമകളാണ് ദശരഥവും പിന്നെ ശിവ സാർ ചെയ്ത വേറെ എം ടി സാറിൻ്റെ ഒരു സിനിമ, ഈ സിനിമയൊക്കെ മനസ്സിലങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ കാലഘട്ടത്തിലാണെങ്കിൽ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ പടങ്ങളെല്ലാം അന്ന് കണ്ടപ്പോൾ ഒരു 10-20 വർഷമോടെ കഴിഞ്ഞ് വരേണ്ട പടമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയുന്ന ഒരു ചിത്രമാണ് ദേവദൂതൻ എന്ന ചിത്രം. അപ്പോൾ കോക്കേഴ്സിൻ്റെ ബാനറിലും മോഹൻലാൽ സാറിൽ നിന്ന് സിയാ സാറിൻ്റെ ഒരുപാട് സിനിമകൾ ആ കാലഘട്ടങ്ങളിൽ വരികയും വലിയ വിജയങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിബി സാറിൻ്റെയും ലാൽ സാറിൻ്റെയും കൂട്ടുകെട്ടിൽ സിയാ സാറിൻ്റെ കോക്കേഴ്സ് നിർമ്മിച്ചിരിക്കുന്ന ഈ ചിത്രം വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ ഇനിയുള്ള ചിത്രങ്ങൾ ഇതേ കൂട്ടുകെട്ടിലൂടെ ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിയായ സ്നേഹത്തോടെ നിർത്തുന്നു. വളരെ ആദരവോടുകൂടി ഞാൻ സിയാദിനോടും സിബിയോടും നന്ദി പറയുകയാണ്. എനിക്ക് ഞാൻ എൻ്റെ മനസ്സോട് ചേർത്ത് പിടിച്ച ഒരു സിനിമയാണ് ദേവദൂതൻ. മനസ്സിൽ കണ്ടതിനും അപ്പുറം ഇതിനെ മനോഹരമാക്കിയ സംവിധായകനാണ് എൻ്റെ പ്രിയപ്പെട്ട സിബി. അതിന് കൂടെ നിന്ന ആളാണ് സിയാദ് കോക്ക. ഇതിൽ പങ്കെടുത്ത അതിനുവേണ്ട ഈ ഭംഗി നൽകിയ എല്ലാവരും എൻ്റെ പ്രതീക്ഷയ്ക്കും അപ്പുറമാണ് അതിൽ നിറങ്ങൾ വാരി വിതറിയത്. ഈ സിനിമ ഞാൻ പ്രതീക്ഷിച്ചത് അത്ര ആൾക്കാരൊന്നും അത് കണ്ടില്ല എന്ന് മനസ്സിലാക്കിയ നിമിഷം ഞാൻ മനസ്സുകൊണ്ട് ഈ സിനിമയോട് ഡിറ്റാച്ചായി വന്നിരുന്നു. അത് എനിക്ക് തന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സാവകാശമാണ് ഈ സിനിമയെ പ്രവർത്തിച്ചുകൊണ്ട് ധാരാളം സന്ദേശങ്ങളും എഴുത്തുകളുമൊക്കെ എനിക്ക് നിരന്തരം വരാറുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം വരെയുണ്ട്, ഇഷ്ടംപോലെ വരാറുണ്ട്. ചിലർക്കൊക്കെ ഞാൻ തമാശ രൂപത്തിൽ മറുപടിയൊക്കെ എഴുതാറുണ്ട്. എന്നോട് ഒരു കാര്യമായിട്ടൊരു ട്രെയിൻ യാത്രയിൽ ഒരാൾ പറഞ്ഞു, ഇത് കാലം തെറ്റി ഇറങ്ങിയ ഒരു സിനിമയാണ്. അപ്പം ഞാൻ പറഞ്ഞ സിനിമയൊക്കെ കറക്റ്റ് സമയത്താണ് ഇറങ്ങിയത്, നിങ്ങൾ വരാൻ വൈകിപ്പോയതാണ്.
അല്ലാതെ ഈ കാലം തെറ്റിയ സിനിമ, കാലം തെറ്റിയ അങ്ങനെ ആരെയും നമ്മൾ കണ്ടിട്ടില്ല. കാലം തെറ്റി നമുക്ക് മുമ്പിൽ ജനിച്ച ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ. ഇനി കാലം തെറ്റിയ സിനിമ 20 വർഷം കഴിഞ്ഞിട്ടാണ് ഈ സിനിമ എടുക്കേണ്ടതെങ്കിൽ അന്ന് എൻ്റെ കൂടെ ആരാണ്ടാവും? നമ്മളൊക്കെ പിന്നെയും പോകണം. കാലം തെറ്റിയൊന്നുമല്ല, എവിടെയോ എന്തോ ആർക്കോ എന്തോ ആരോടോ പറയാനെന്ന് വിശാൽ കൃഷ്ണൻകുട്ടി പറയുന്നത് മാതിരി ആ പറയാനുണ്ടായിരുന്ന ആൾക്കാർ എത്തിയിട്ടുണ്ടാവില്ല എനിക്ക് തോന്നുന്നു. ഇപ്പോഴേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നു. 100% നിറഞ്ഞ മനസ്സുള്ള ഞാൻ പറയുകയാണ്, എനിക്ക് ഇത് ഇപ്പോഴൊരു പുതിയ സിനിമയാണ്. ഈ സിനിമ പൂർണ്ണമായും ഒരു വിജയമായി മാറുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. എൻ്റെ അക്ഷരങ്ങൾ കൊണ്ട്, എൻ്റെ അക്ഷരങ്ങൾ സത്യമാണ്. ഈ സിനിമ പൂർവാധികം ഭംഗിയായി വിജയിച്ചിരിക്കും. 24 വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമ വീണ്ടും റീ റിലീസ് ഞാൻ പറയില്ല, ഈ സിനിമ വീണ്ടും വരികയാണെങ്കിൽ അതിൻ്റെ കാരണക്കാരനും മോഹൻലാലാണ്. ഇന്നും ഇവിടെയും ലാൽ. അതിൻ്റെ ഒരു പ്രകാശം വളരെ പ്രധാനമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു 24 വയസ്സ് പെട്ടെന്ന് വീണ് കിട്ടിയപ്പോലെയാണ്. ഞാനിപ്പോൾ 2000-ലാണ് നിൽക്കുന്നത്. നിങ്ങളൊന്നും എനിക്കറിയില്ല, ഞാൻ 2000-ലെ ആൾക്കാരെയാണ് കാണുന്നത്. 2000-ലെ അന്നത്തെ സിബി, അന്നത്തെ സിയാദ്, അന്നത്തെ ലാല്, അന്നത്തെ രഞ്ജിത്ത്. ഞാൻ രഞ്ജിത്തിനൊക്കെ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അന്നത്തെ ശേഷം ഞാൻ രഞ്ജിത്തിനെ ഇപ്പോഴാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു അന്നത്തെ ആ രഞ്ജിത്തിനൊക്കെ ആ യാത്രകളും സംസാരങ്ങളും ഞാൻ എല്ലാം ഇങ്ങനെ ഞാനിത്ര ഇമോഷണലായി പോയി സത്യം പറയാൻ അവിടെ ഇരിക്കുമ്പോൾ. പലതും എന്നെ എത്രയോ പേര് എൻ്റെ അടുത്ത് തമാശയോടെ സംസാരിച്ചിട്ടുണ്ട്. അതായത് സമയത്തിന് മുൻപേ നിങ്ങൾ ആരാ ഇറക്കാൻ പറഞ്ഞതിനെ ചോദിച്ചു. അത് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ സമയത്തിന് എത്തി വന്നു എന്നൊക്കെ പറയുന്ന ഒരു വെറും ഒരു ബോഷ്കായ വർത്താനമാണ്. അന്ന് ആൾക്കാരെ കണ്ടിട്ടില്ല, അത്രയും. പക്ഷേ ഇപ്പോൾ ഈ സിനിമ നിങ്ങൾ അന്ന് കണ്ട ദേവദൂതനെ അല്ല. അന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇല്ല. ഇത് 100% ഒരു ഫ്രഷ് സിനിമയാണ്, പുതിയ സിനിമയാണ്. പുതിയ മോഹൻലാൽ ചിത്രം, പുതിയ സിബി മലയിൽ ചിത്രം, പുതിയ സിയാദ് കോക്കർ ചിത്രം. നിങ്ങൾ കണ്ടു നോക്കണം, വളരെ രസമാണ്, വളരെ മനോഹരമാണ്. ഞാൻ എൻ്റെ ജീവിതം ഇന്ന് മുതൽ 4K റെസൊല്യൂഷൻ, ഇന്ന് മുതൽ ഞാൻ എല്ലാ അറ്റ്മോസ്ഫിയറാണ് കേൾക്കുക. ആരെന്ത് പറഞ്ഞൊരു അറ്റ്മോസ്ഫിയറാണ്. എന്തൊരു രസമാണ് 4K റെസൊല്യൂഷൻ. അതായത് മുൻപ് ഞാൻ വിവാഹിതനാണ്. അപ്പം എൻ്റെ ആ ദാമ്പത്യത്തെ ഞാനിപ്പോൾ കാണുന്നത് റീ റിലീസ് ചെയ്യും. ഭയങ്കര രസമാണ്. എൻ്റെ സമയത്തോളം എനിക്ക് എല്ലാ പടങ്ങളും ഒന്ന് 4K ആക്കുന്നത് പറ്റുമെങ്കിൽ സാധിക്കില്ല. എന്നത്തെ അതുകൊണ്ട് ഞാൻ 4K ആക്കി. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളെല്ലാവരും 4K ആണ്. എന്താണ് ഈ 4K എന്നൊക്കെ കാര്യമായിട്ട് ചോദിച്ചാൽ മതി, സന്തോഷമുണ്ടെങ്കിൽ പറഞ്ഞു തരും. എനിക്ക് തോന്നുന്നു 6K 8K ഒക്കെ ഉണ്ട്. പണ്ട് ഞങ്ങൾ ഈ ഫിലിമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അത് 16K ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ അറിയുന്ന ഒരു വാക്കാണ് 4K അല്ലെങ്കിൽ അറ്റ്മോസ്. അതെ, അങ്ങനെ കാണാം. അതുകൊണ്ടൊരു 4K മോഹൻലാലിനെ കാണാൻ നിങ്ങളെ ക്ഷണിക്കുന്നു, 4K സിബിയെ കാണാൻ നിങ്ങളെ ക്ഷണിക്കുന്നു, 4K ക്ഷണിക്കുന്നു. എല്ലാവർക്കും സന്തോഷം, നന്ദി, നമസ്കാരം. ഞാൻ ഒത്തിരി 24 കൊല്ലം മുമ്പ് ഉള്ളതിൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു. കാരണം അന്ന് എൻ്റെ ഈ ഇടതുവശം മുഴുവൻ വർക്ക് ചെയ്യുകയാണ്, ഇന്നത്തെ വർക്ക് ചെയ്യില്ല. പക്ഷേ ഞാൻ എന്നെ ഭയപ്പെടുന്നില്ല. ഇതുപോലെ ഞാനും പുതിയ ഒരാളായിട്ടാണ് വരുന്നത്. ദേവദൂതൻ പുതുതായിട്ട് വരുന്നത് പോലെ ഞാനും പുതിയ ആളായിട്ട് വരുന്നു. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ലാലിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു 39 കൊല്ലം മുമ്പ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു. പാടാൻ പോയി എനിക്ക് ബുദ്ധിമുട്ടുന്നത്. മഴനീർത്തുള്ളി മുത്തായി മാറ്റും നന്മണിച്ചിപ്പിയെ പോലെ, നന്മണിച്ചിപ്പിയെ പോലെ, നറുനെയ് വിളക്കിനെ താരകമാക്കും സാമഗാനങ്ങളെ പോലെ, സാമഗാനങ്ങളെ പോലെ ഒരു പാട്ട്. ശരിക്ക് അന്ന് ചെയ്തിട്ടുള്ള പടം ഒരു മഴനീർത്തുള്ളിയായിരുന്നു.
പക്ഷേ ആ മഴയുടെ തുള്ളി കാലത്തിൻ്റെ ചിപ്പിക്കകത്ത് ഇരിക്കുകയും അത് മുത്തായി മാറുകയും ചെയ്തിട്ടാണ് ഇന്ന് 24 വർഷങ്ങൾക്ക് ശേഷം വരുന്നത്. അതുകൊണ്ട് അന്നത്തെ മഴത്തുള്ളിയല്ല ഇന്നത്തെ മുത്ത്. അതിനേക്കാൾ എത്രയോ വില പിടിച്ചതാണ് മുത്ത്. തീർച്ചയായിട്ടും ഇത് സിബിയുടെയും പിന്നെ ഇവിടുത്തെ ഞങ്ങളുടെ എല്ലാവരുടെയും പരിശ്രമം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഈ സൃഷ്ടി കൂടുതൽ കുട്ടികളുടെ പുതിയ തലമുറയിലേക്ക് പടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എൻ്റെ പാട്ടുകളിൽ നിന്ന് ധാരാളം കേൾക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ പല കാര്യങ്ങളും എനിക്കിപ്പോൾ പുതിയതായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ താഴത്തുനിന്ന് സിബിയുടെ കുടുംബത്തിനെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ആലുവയിലെ പള്ളിയിൽ വെച്ച് സിബിയുടെ മാരേജാണ്. ഇതുപോലെ ഓരോരാൾക്കും ഇപ്പോൾ നമ്മുടെ അദ്ദേഹത്തിനെ കാണുമ്പോൾ ചിപ്പിയാണ് എനിക്ക് ഓർമ്മ. ചിപ്പി എൻ്റെ പടങ്ങൾ 2 പടങ്ങളിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. രഞ്ജിത്തിൻ്റെ അന്ന് രഞ്ജിത്തിൻ്റെ കുടുംബമായിട്ട് വരുമെന്ന് നമുക്കറിയില്ലല്ലോ. അന്ന് കല്യാണത്തിന് പോലും എനിക്ക് പോകാൻ പറ്റിയില്ല. ഇതൊക്കെ എനിക്ക് ചിപ്പിയോട് പറയണം. കാരണം അതിലും കുട്ടികളൊക്കെ വലുതായി. പക്ഷേ ഇപ്പോഴും എനിക്ക് ഇതൊക്കെ വളരെ ചെറുതായിട്ട് തോന്നുന്നു. ലാലിനെ ഞാൻ കാണുന്നത് വെച്ചാൽ ഞാൻ തിരുവനന്തപുരത്തെ അമ്പലത്തിൽ ശാന്തിയുടെ കാലത്ത് നെടുമുടി വേണുവിൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന കാലത്ത് അന്ന് കണ്ടിട്ടുള്ള ലാലാണ് ഞാൻ ഇപ്പോഴും കാണുന്നത്. ഈ കാലമൊന്നും അദ്ദേഹത്തിന് ബാധിച്ചിട്ടില്ല. അത് ഏറ്റവും വലിയ കാര്യമാണ്. അത് ഈ പറഞ്ഞ പോലെ ഒരു മഴത്തുള്ളി മുത്തായി മാറിയതാണ്, അല്ലാതെ അത് വെറുതെ പാഴായി പോയിട്ടില്ല. ആ മുത്തിനെ ആണ് നമ്മൾ കാണുന്നത്, എപ്പോഴും കാണുന്നത്. ഇത് ഒരു 10 കൊല്ലം മുമ്പ് ആലപ്പുഴയുള്ള ഒരു ഷേണായി എന്ന് പറഞ്ഞൊരു സുഹൃത്ത് പാട്ടിൻ്റെ ഭയങ്കര പ്രമാണ്. അതാണ് എന്നോട് വിളിക്കാൻ കാരണം. അന്ന് എന്നോട് പറഞ്ഞു, ഈ ദേവദൂത് എന്ന് പറഞ്ഞ പടം ശരിക്കും ആൾക്കാർ കണ്ടിട്ടില്ല, അത് കാണിക്കണമായിരുന്നു, നമുക്ക് സിബി സാറിനോട് പറയണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഞാൻ സിബിയോട് പറയുകയും ചെയ്തു. പക്ഷെ അന്ന് സിബിക്ക് ഇത്ര ഒരു മൂഡ് വന്നിട്ടില്ല. തീർച്ചയായിട്ടും ആ ഒരു 10 കൊല്ലം മുമ്പ് ഷേണായി ആഗ്രഹിച്ച സംഭവം എനിക്ക് ഷേണായി വിളിച്ച് പറയണമെന്നുണ്ട്. ആളെ മന്നപ്പുറം ഓർമ്മയില്ല. നമ്മൾ ഈ പുനർജന്മം തീർച്ചയായിട്ടും അന്ന് 10 കൊല്ലം മുമ്പ് ഷേണായി ആഗ്രഹിച്ചതാണ്. അങ്ങനെ ആഗ്രഹിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അവർക്കെല്ലാം ഇതൊരു സുവർണ അവസരമാണ്. ഈ അവസരം എല്ലാവരും സ്വീകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമസ്കാരം. ദേവദൂതൻ എന്ന ഈ മൂവിയുടെ DOP സന്തോഷ് തുണ്ടിൽ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം അന്ന് ഈ മൂവിക്ക് എന്നെ വിളിക്കാൻ, ഇത്ര വലിയൊരു മൂവി എന്നെ ഏൽപ്പിക്കാനായിട്ട് സന്മനസ് കാണിച്ച സിബി സാറിനും ശ്രീകായിക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അന്ന് നന്ദി പറയാൻ പറ്റിയിട്ടില്ല, ഇപ്പോൾ നന്ദി പറയുകയാണ്. കാരണം അതിന് ശേഷമാണ് ഈ സിനിമയുടെ ഇത് എനിക്ക് മനസ്സിലായത്. പിന്നീട് ഞാൻ പ്രസംഗങ്ങളൊന്നുമില്ല, 2 ചെറിയ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു ചെറിയ സംഭവം മാത്രം പറയുകയാണ് ഈ ഫിലിമിനെ കുറിച്ച്. അതായത് ഇതിലെ ഒരു കടൽ തീരത്ത് ഒരു ഏർലി മോർണിംഗ് സീൻ എടുക്കാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. ഞാനും സിബി സാറും ഒരു വണ്ടിയിൽ ഇറങ്ങുന്നത്. ഞങ്ങളാണ് ആദ്യമായിട്ട് ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. യൂണിറ്റുകാരൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് യാത്രയുണ്ട്. ഏത് ബീച്ചാണെന്ന് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. കുറച്ച് യാത്ര ചെയ്താൽ പോകുന്നുണ്ട്, ഒരു 45 മിനിറ്റ്സ് ആലപ്പുഴയാണ്. അപ്പം ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ആദ്യം ഞാനും സിബി സാറും കൂടെ അവിടെ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ കാണുന്നത് ലാൽ സാർ അവിടെ ഓൾറെഡി വണ്ടിയിൽ ചാരി നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ 2 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഇതിന് ശേഷം ഉണ്ടായിട്ടുള്ളത് ബോംബെ വെച്ചാണ്. വക്ത് എന്ന് പറഞ്ഞൊരു ഹിന്ദി ഫിലിം ഞാൻ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ അമിതാഭ് ബച്ചൻ ഞാനും ഡയറക്റ്റും ചെയ്തിറങ്ങുമ്പോൾ ഓൾറെഡി അവിടെ നിൽക്കാൻ സീനോടെ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതെൻ്റെ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിച്ചൊരു വിഷയമാണ്. എന്തുകൊണ്ടാണ് ഈ ലിജൻസ് ആകുന്നത് എന്നുള്ളൊരു സംഭവം അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. താങ്ക് യു. താങ്ക് യു സാർ. സോ അടുത്തതായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എ വെരി ടാലന്റഡ് ആക്ടർ വിനീത് കുമാർ. വേദിയിലും സാഹസിലിരിക്കുന്ന ആദരണീയ വ്യക്തിത്വം, പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. എൻ്റെ സിനിമ ജീവിതം തുടങ്ങുന്നത്, ഞാൻ എൻ്റെ മുഖം ആദ്യമായിട്ട് സ്ക്രീനിൽ കാണുന്നത് മുദ്ര എന്ന് പറയുന്ന സിനിമയിലൂടെയാണ്.
അതുപോലെ എൻ്റെ മുഖം എന്നും ഓർക്കാൻ എനിക്കൊരു സിനിമ തന്നതും സിബി സാറാണ്, ദേവദൂതൻ. വളരെയധികം സന്തോഷത്തോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയും ഞാൻ ഈ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ അദ്ദേഹത്തോടും ഇതിൻ്റെ എല്ലാ പ്രവർത്തകരോടും നന്ദി പറയുന്നു. ലാലേട്ടനും ഞാനുമായിട്ട് ഒരുപാട് സിനിമകൾ എൻ്റെ ലാലേട്ടൻ കുട്ടിക്കാലം അഭിനയിച്ചിട്ടും അത് കഴിഞ്ഞ് ഭരതം എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോഴും അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയിൽ എത്തിയപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആദ്യത്തെ ഒരു സീൻ ഞാൻ നടന്നു വരുന്ന അപ്പോഴാണ് എൻ്റെ അടുത്ത് ഈ ക്യാരക്ടർ എന്താണെന്ന് സിബി സാർ പറഞ്ഞു തരുന്നത്. അതൊരു എനിക്കറിയില്ല, ഞാൻ ബ്ലൈൻഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നതെന്ന് ഒന്നും അറിയില്ല. ആ ഒരു ഷോട്ട് എടുത്ത് ഞാൻ ഇറങ്ങി വരുമ്പോഴാണ് ഞാൻ ലാലേട്ടനെ കുറേ നാളുകൾക്ക് ശേഷം കാണുന്നത്. അപ്പോൾ വീണ്ടും അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ ചെയ്ത സന്തോഷം ഒക്കെ അന്ന് തന്നെ വളരെ വളരെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച കുറേ ഘടകങ്ങളാണ്. ദേവദൂതൻ്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് രഞ്ജിയേട്ടൻ പറഞ്ഞതുപോലെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായെങ്കിൽ അതിനേക്കാളൊക്കെ എന്നെ എപ്പോഴും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് അതിനകത്തുള്ള ആ ഒരു പാട്ടാണ്. കാരണം ഞാൻ പിടിച്ച അല്ലെങ്കിൽ ഒരു സോങ്, അങ്ങനെ ഒരു പാട്ടിൻ്റെ ഭാഗമാവുക ദാസേട്ടൻ്റെ ശബ്ദത്തിൽ കൈതപ്രം സാറിൻ്റെ വരികൾ അതിമനോഹരമായിട്ട് വിഷ്വലൈസ് ചെയ്ത് ആ ഒരു പാട്ടിൻ്റെ ഭാഗമായിട്ട് അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളത് എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. അതുപോലെ എനിക്ക് എൻ്റെ ഒരു അനുഭവം വളരെ രസകരമായിട്ടുള്ളൊരു അനുഭവം, എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം, ആ സിനിമയുമായി ബന്ധപ്പെടുത്തിയൊരു കാര്യം ഇനി വീണ്ടും കാണുമ്പോൾ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് ദേവദൂതൻ തിയേറ്ററിൽ കാണുന്നത് NS തിയേറ്റർ എന്ന് പറയുന്ന കണ്ണൂരിലുള്ള തിയേറ്ററിലാണ്. അപ്പം അന്ന് എൻ്റെ മുഖം സ്ക്രീനിൽ കണ്ടപ്പോഴോ അല്ലെങ്കിൽ അതിനകത്തുള്ള മറ്റ് സീനുകൾ കണ്ടപ്പോഴോ അല്ല ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയത്. അതിനകത്ത് ഏറ്റവും എക്സൈറ്റഡ് ആയത് എൻ ജീവനെ എന്ന് പറയുന്നൊരു സോങ് ഉണ്ട്, നിങ്ങൾ കേട്ടൊരു സോങ്ങാണ്. അതിനകത്ത് കരളേന്നും കൈ പിടിച്ചാൽ സോങ്ങിൻ്റെ ഒരു ഹമ്മിങ് വരും. അത് സറൗണ്ടിലേക്ക് അന്ന് മിക്സ് ചെയ്തത്, ഇപ്പോൾ ശ്രീ സാർ പേര് പറഞ്ഞല്ലോ, അദ്ദേഹം അതിഗംഭീരമായിട്ടാണ്. ആ ഒരു മൊമെൻറ്റിൽ ഞാൻ ശരിക്കും അന്ന് എക്സൈറ്റഡ് ആയിട്ടുള്ള ഗൂസ് ബംസ് വന്നൊരു മൊമെൻ്റാണ്. അത് വീണ്ടും തിയേറ്ററിൽ 4K വരുമ്പോൾ അറ്റ്മോസിൽ മിക്സ് ചെയ്ത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ റിലീസ് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും, ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തിയേറ്ററിൽ ആദ്യം ഇറങ്ങിയപ്പോൾ വിജയിക്കാതെ പോയൊരു സിനിമ, സാമ്പത്തികമായിട്ട് വിജയിക്കാതെ പോയ സിനിമയുടെ വിജയം എപ്പോഴും സാമ്പത്തികമായിട്ട് തന്നെ ആയിരിക്കണമെന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ദേവദൂതൻ. കാരണം അത് പ്രേക്ഷകരുടെ മനസ്സിലാണ് വിജയിക്കുന്നത്. ആ വിജയത്തിൻ്റെ ഭാഗമായി ഇവിടെ നിൽക്കുന്നു എന്നുള്ളത് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണുക എന്ന് പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇനി നിങ്ങളെല്ലാവരും നമ്മൾ ഓരോരുത്തരും കാതോർത്തിരിക്കുന്ന ആ ശബ്ദം ഞാൻ ഒരിക്കൽ കൂടി ഏറെ ബഹുമാനപൂർവ്വം ആ മഹാനടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട ലാലേട്ടൻ. നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് നമുക്ക് ലാൽസനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷം തോന്നുന്ന നിമിഷങ്ങൾ. ഇതിലേറ്റവും ശരിയൊക്കെ ഞാൻ ചോദിക്കേണ്ടത് വളരെയധികം ഭാഗ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സിനിമ ഇത് ഫിലിമിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ചോദിച്ചത് എങ്ങനെ കിട്ടി? കാര്യം ഇത് 24 വർഷം കഴിയുമ്പോഴത്തേക്കും ഇങ്ങനൊരു സിനിമ ചിലപ്പോൾ ലാബിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോകാം. പക്ഷെ അതാണ് ഭാഗ്യം എന്ന് പറയുന്നത്. ആ സിനിമയുടെ പ്രിൻ്റ് പ്രസാദിനുണ്ടായിരുന്നു. ഒരുപാട് സിനിമകളുടെ പ്രിൻ്റുകൾ ഇല്ല, അതെല്ലാം നഷ്ടപ്പെട്ടു പോകും, ഇതൊന്ന് പ്രോപ്പറായിട്ട് പ്രിസർവ് ചെയ്തില്ല. അപ്പം അതിൽ നിന്ന് തന്നെ ഈ സിനിമയ്ക്ക് എന്തോ ഒരു ഭാഗ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ പറയുന്നത് ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട്. പക്ഷെ ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങൾക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട്. ഈ സിനിമ അത്രയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സിനിമകളിലൊന്നാണ്. ആസ് ആൻ ആക്ടർ ഇപ്പോഴും ഞാൻ ഇടയ്ക്കിരുന്ന് ഇതിൻ്റെ സിനിമകളിലെ പാട്ടുകൾ കാണാറുണ്ട്. എന്തൊരു മഹാനുഭാവനുമായാലും മറ്റു പാട്ടുകളൊക്കെ ഞാൻ കാണാറുണ്ട്. ഇതിൽ എൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. ജയപ്രദ, വിജയലക്ഷ്മി മുരളിച്ചേട്ടൻ, മുരളി, ഒരുപാട് പേര്, അവരെയൊക്കെ ഞാൻ ഓർക്കുന്നു. എന്തുകൊണ്ട് ഈ സിനിമ ഓടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ഇത് കാലം തെറ്റി വന്ന സിനിമ എന്നൊന്നും പറയുന്നില്ല. എന്തെങ്കിലും കാരണം കാണും. അന്ന് ആർക്കും എന്തോ ആരോടോ പറയാനുള്ളതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും ഞാൻ സിബിയോട് ചോദിക്കായിരുന്നു, നമുക്ക് ഒരു സിനിമ ഒരു പക്ഷേ മറ്റ് സിനിമകളുടെ കൂടെ ഇറങ്ങിയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ സിനിമയുടെ ഒരു പേസ് ആൾക്കാരിലേക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം. പക്ഷെ അന്ന് ഈ സിനിമ കണ്ടപ്പോൾ എല്ലാം അത്ഭുതമായിരുന്നു. അതിൻ്റെ സൗണ്ടായാലും മ്യൂസിക് ആയാലും ക്യാമറ ആയാലും എല്ലാം. പിന്നെ എന്തുകൊണ്ട് ഓടിയില്ല? എത്രയോ വലിയ സിനിമകൾ, നല്ല സിനിമകൾ ഓടാതിരുന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടെന്ന് ചിന്തിക്കാൻ പോയാൽ അതിനൊരു കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ആൻസർ ഒരുപാട് കാരണങ്ങളുണ്ടാവും. പക്ഷേ സിബി അതിനെ വീണ്ടും റീഎഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ സിനിമ എങ്ങനെ കാണിക്കണം, ഞങ്ങൾക്ക് നിങ്ങളോട് എന്തും പറയാനുണ്ട്
എന്തോ പറയാനുള്ളത് നിങ്ങളെ കാണിക്കാനായിട്ട്. അത് അദ്ദേഹം മനോഹരമായി ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും നല്ല സിനിമകൾ തന്ന സംവിധായകനാണ് അദ്ദേഹം. എൻ്റെ ആദ്യത്തെ സിനിമകൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതലുള്ള ബന്ധമാണ്. എത്രയോ നല്ല സിനിമകൾ. ഇപ്പം ആൻ്റണി ഇവിടെ പറഞ്ഞ സിനിമ, 2 സിനിമകൾ എന്ന് പറഞ്ഞാൽ സതയം, ഒരു സിനിമ സതയമാണ്. പിന്നെ ഏത് സിനിമയെക്കുറിച്ച് പറഞ്ഞു? ദശരഥ. അതൊക്കെ ആ സമയത്ത് എന്തുകൊണ്ട് ഓടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാരണമില്ല. പക്ഷെ അതൊക്കെ പിൽക്കാലത്ത് എന്താണ് യൂട്യൂബിലായാലും അല്ലെങ്കിൽ ടെലിവിഷനിലായാലും അല്ലെങ്കിൽ ചെറിയതൊക്കെ ഇപ്പോഴും ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ ഒരു തോട്ട് ഉണ്ടായ ആ ഒരു ചിന്ത ഇത് തോന്നിപ്പിച്ച ആ ദൈവത്തിന് ആദ്യം നന്ദി പറയണം അല്ലേ. ഇങ്ങനൊരു സിനിമ ഇത് വീണ്ടും നിങ്ങൾക്ക് ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് ചിന്തിച്ച ആ മനസ്സിന് നന്ദി പറയുന്നു. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് ആസ് ആൻ ആക്ടർ ഏറ്റവും വളരെ വേണ്ടപ്പെട്ട ഒരു സിനിമയാണ്. വളരെ അത്യപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഹിന്ദി സിനിമകളൊക്കെ വീണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ എടുത്ത് കളർ ചെയ്തൊക്കെ വീണ്ടും കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതുപോലെയല്ല ഇവിടെ പ്രോപ്പറായിട്ട് ഒരു സിനിമ അല്ലെങ്കിൽ അതിൻ്റെ ഫിലിം സൂക്ഷിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ല. കാര്യം പല ലാബുകളും ഇപ്പോൾ ഇല്ല, അതൊക്കെ മാറിപ്പോയി. ഇവിടെയൊക്കെ വലിയ കെട്ടിട സമുച്ചയങ്ങൾ വന്നു. അപ്പോൾ അതിലെ ഒരുപാട് സിനിമകളുടെ പ്രിൻ്റൊക്കെ നഷ്ടപ്പെട്ടു പോയി, എത്രയോ സിനിമകളുടെ. പക്ഷേ ഇത് അവിടെ ഇരുന്നത് വീണ്ടും ഈ സിനിമ കേരളത്തിലെ പ്രേക്ഷകർ അല്ലെങ്കിൽ ലോകത്തിലുള്ള മലയാളികൾ കാണണം, അല്ലെങ്കിൽ മറ്റു ഭാഷയിലുള്ള ആൾക്കാർ കാണണം എന്നുള്ള അതിൻ്റെ അകത്തുള്ളൊരു ആഗ്രഹം ഈ സിനിമയ്ക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സിയാർക്കയുടെയും എൻ്റെയും അല്ലെങ്കിൽ സിബിയുടെയും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പ്രവർത്തിച്ച എല്ലാവരുടെയും ഒരു ആഗ്രഹവും സ്നേഹവും ആ സിനിമയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ആ സിനിമയ്ക്ക് എല്ലാ ഭാവുകങ്ങളും ഞാൻ നേരുന്നു. ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ്. എന്നാലും എല്ലാവിധ ഭാവുകങ്ങളും ആ സിനിമയ്ക്ക് ഉണ്ടാകട്ടെ. നല്ല നല്ല സിനിമകൾ ഉണ്ടാകട്ടെ. ഇത്തരം സിനിമകൾ കാണാൻ നല്ല പ്രേക്ഷകരുണ്ടാകട്ടെ. ആ സിനിമകളിലൊക്കെ അഭിനയിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ. താങ്ക് യു വെരി മച്ച്. യെസ്, അബ്സല്യൂട്ട്ലി. സോ ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതെന്നാണ് തിയേറ്ററിൽ റിലീസ് ആകാൻ പോകുന്നതെന്ന്. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ? ആണോ? ഒരു ഉഷാറൊക്കെ ആയിട്ട് പറ, ആണോ? Yes, so ladies and gentlemen, ഒട്ടും ടൈം കളയുന്നില്ല. നെക്സ്റ്റ് we are moving on to the date announcement ceremony-യിലേക്കാണ് ഇനി നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത്. സോ അതിനായിട്ട് ഒരിക്കൽ കൂടി ഞാൻ ഏറെ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട ലാലേട്ടൻ, സിബി മലയിൽ സർ ആൻഡ് സിയാർ കോക്കർ സർ. നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് ഈ 3 വിശിഷ്ട വ്യക്തികളെയും നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. So ladies and gentlemen, ഈ ഒരു സ്പ്ലെൻഡിഡ് മാഗ്നിഫിഷ്യന്റ് മൂവി എന്നാണ് തിയേറ്ററിൽ എത്തുന്നത് എന്ന് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. സോ റെഡി, 1 2 3 ഗോ. ഈ അന്തരീക്ഷത്തിൽ എവിടെയോ ഒരു ശക്തിയുണ്ട്. ആ ശക്തിക്ക് ആരോടോ എന്തോ പറയാനുണ്ട്. Somebody wants to say something to someone. വീണ്ടും ഈ സിനിമ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുതിയ സിനിമയായിട്ട് തന്നെയാണ് വരുന്നത്. ദേവദൂതൻ സിനിമ അഭിനയിച്ച ആ മുഹൂർത്തം, അന്നത്തെ ഒരു മുഹൂർത്തം, അന്ന് ഏറ്റവും കൂടുതൽ പൈസ മുടങ്ങാൻ കോസ്റ്റ്യൂമാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇന്നും അതിൻ്റെ ഒരു ട്രെൻഡിൽ നിൽക്കുകയാണ്. എന്താണ് ഈ നിമിഷത്തിൽ ആ ഡ്രസ്സിങ്ങിനെ കുറിച്ചൊന്ന് ഓർക്കുക? പിന്നെ ആ ഡ്രസ്സിങ്ങിനെ കുറിച്ച് ഇപ്പോൾ ഓർക്കാനുള്ളതല്ല, സിനിമയ്ക്ക് വേണ്ട രീതിയിൽ ആ ഡ്രസ്സുകൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ല. അത് ശരിക്കും ഒരു കളർ പാലറ്റ് ഉണ്ടാക്കിയല്ലേ, നമ്മളുടെ കളർ സ്കീം ഉണ്ടാക്കി അങ്ങനെ ആ സിനിമ നമ്മൾ കാണാൻ യോഗ്യത രീതിയിലുള്ള ഡ്രസ്സുകളിലാണ് അതിൻ്റെ കളറൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. സാധാരണ പല സിനിമകളിലും അങ്ങനെ സംഭവിക്കാറില്ല, എന്തെങ്കിലും ഡ്രസ്സുകൾ ഇടാം.
ഇതിനു മുമ്പ് ഒരു കളർ ഒരു സ്കീമൊക്കെ ഉണ്ടാക്കി അത്തരത്തിലുള്ള ഡ്രസ്സുകളാക്കി. അതുകൊണ്ട് തന്നെ ആ സിനിമ ഇപ്പോൾ കാണുമ്പോഴും നമുക്ക് അറിഞ്ഞോ അറിയാതെയോ വളരെ സന്തോഷമുണ്ട്. അതിന് തീർച്ചയായിട്ടും അന്ന് അത്തരത്തിൽ ഒരു എഫേർട്ട് എടുത്ത എല്ലാവരെയും ഈ അവസരത്തിൽ താങ്ക്സ് പറയും. കാര്യം ഇത് രണ്ടാമത് 24 വർഷം കഴിഞ്ഞ് വരാൻ പോകുന്നതൊന്നും അന്ന് ധാരണയില്ലല്ലോ. അപ്പം കാണാൻ നന്നായിരിക്കണം എന്ന് പറഞ്ഞ് ചെയ്തത് ഇപ്പോഴും കാണാൻ നന്നായിരിക്കണം. ഇതൊരു ഭാഗ്യമായിട്ട്. ഇനി ലാലേട്ടൻ ഇത്ര മനസ്സിൽ ഇപ്പൊ ദേവദൂതം സ്ഫടികം നേരത്തെ വന്നു, ഇപ്പൊ ദേവദൂതം വരും. ഇനി ലാലേട്ടന്റെ മനസ്സിൽ നേരത്തെ റിലീസ് ചെയ്ത സിനിമയിൽ ഏതാണ് വരണമെന്ന് മനസ്സിലുള്ളൊരു? അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എല്ലാ സിനിമ എല്ലാ തരത്തിലും കാണാനുള്ള സാഹചര്യം ഉണ്ടല്ലോ. അത്തരത്തിൽ സിനിമകൾ അതിനൊരു ട്രെൻഡ് ഉണ്ടായി അത്തരത്തിൽ സിനിമകൾ വരട്ടെ. അതിൻ്റെ ഒരു പർട്ടിക്കുലർ സിനിമ എനിക്ക് എടുത്ത് പറയാൻ പറ്റില്ല. ലാലേട്ടൻ ഈ സിനിമയിൽ ഏറ്റവും ഐക്കോണിക് ആയ ഡയലോഗാണ് അയാൾ സംഗീതത്തിന്റെ രാജാവാണ് എന്ന് തുടങ്ങുന്ന വരി. അപ്പൊ അത് പറയുമ്പോൾ ലാലേട്ടന്റെ കണ്ണുകളിൽ ഒരു ആർദ്രതയുണ്ട്, ഒരു ജീവസാക്ഷാത്കാരം ലഭിച്ച ഒരു സംഗീതത്തിന്റെ പൂർണ്ണതയുണ്ട്. ഞങ്ങൾ അതിനെ കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത്, ഞങ്ങൾക്ക് ആ ഡയലോഗ് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് വിദ്യാസാഗർജിയാണ്. പക്ഷെ ഇതിനെപ്പറ്റി വിദ്യാസാഗറിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ആ വരികൾ കേൾക്കുമ്പോൾ ഓർക്കുന്നത് ദൈവത്തെയാണ്. ലാലേട്ടൻ ആ ഡയലോഗ് പറയുമ്പോൾ മനസ്സിൽ വന്നത് ആരും? ഞാനിപ്പോൾ ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ആ ഒരു നിമിഷമല്ലേ അതിപ്പോൾ തീർച്ചയായിട്ടും ഓൾമൈറ്റി തന്നെയായിരുന്നു. ദൈവത്തിൻ്റെ മുകളിലുള്ള ഒരാളാണ്. അതാരാണെന്ന് അറിയാം. ഈ സിനിമ 24 വർഷത്തിന് ശേഷം ഒരു ജനറേഷൻ വീണ്ടും കാണാൻ പോകുന്നു. ഒരു ജനറേഷൻ കൈയടിക്കാൻ മറന്നു പോയെടുത്ത് വീണ്ടും കൈയടിക്കാൻ വേണ്ടി ഒരു കൂട്ടം ഉണ്ടാവുന്നു. അത് ഒരു വല്ലാത്ത അപൂർവതയാണെന്നോ അല്ലെങ്കിൽ അന്ന് മാത്രം സംഭവിക്കാത്തത് പിന്നെ ഒരു ജനറേഷൻ മൊത്തം കാണാൻ പോകുന്നു. ഈ പുതിയ ജനറേഷനോട് ദേവദൂതനെ പറ്റിയിട്ടൊരു ഇൻട്രോ ലാലേട്ടൻ എന്താ പറയുക? അങ്ങനെയല്ല, അവരുടെയൊക്കെ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഇതിന് പുറകിലുണ്ടായിരുന്നു എന്നാണല്ലോ. അപ്പം ഇത്തരം സിനിമകൾ കാണാനൊരു താല്പര്യം അവർ പ്രകടിപ്പിച്ചു. അതുകൊണ്ടാണല്ലോ ഈ സിനിമ ഉണ്ടായത്. പിന്നെ ഇതൊരു ഭാഗ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രിൻ്റ് ഉണ്ടാവുക, ഇത് മാസ്റ്റർ ചെയ്യാൻ പറ്റുക, വീണ്ടും അതിൻ്റെ സൗണ്ട് ട്രാക്ക് ഉണ്ടാവുക, പല സിനിമകളിലും ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യം ഈ സിനിമയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഇത് സിനിമ തിയേറ്ററിലേക്ക് പോവുകയും ഞാൻ ഈ സിനിമ വീണ്ടും കുറ്റം പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ സിനിമ വീണ്ടും കാണുക. നിങ്ങൾ കണ്ടിട്ട് ഒരു 24 വർഷം മുമ്പ് ഇങ്ങനൊരു സിനിമ എടുത്തിരുന്നു. അങ്ങനെ അന്നേ മലയാള സിനിമ എൻറ്റിറ്റി വൈസ് ചെറിയൊരു സ്ഥലത്ത് നിന്നാണ് മലയാള സിനിമ ഉണ്ടാകുന്നത്. പക്ഷെ അതൊക്കെ ആ 24 വർഷം മുമ്പും നമ്മൾ ഇത് ക്രാഫ്റ്റിൽ ശ്രദ്ധിച്ചിരുന്നു എന്ന് ഒരു തലമുറയെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പറഞ്ഞല്ലോ, ലാലേട്ടൻ്റെ അടുത്ത് പറയുകയാണ് ഈ സിനിമ വീണ്ടും നമ്മൾ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ എന്തായിരുന്നു ലാലേട്ടൻ പറഞ്ഞത്? ഇങ്ങനെ വീണ്ടും ഈ സിനിമ റിലീസിന് ഒരുങ്ങുന്നു, ഇവർ രണ്ടുപേരും ഒന്ന് കാണുക. വളരെ സന്തോഷം തോന്നി. കാര്യം അതൊരു വലിയ കാര്യമാണ്. കാര്യം അന്ന് ആ സിനിമ ഇപ്പം പറഞ്ഞു ഇവർ സംസാരിച്ചതെന്ന് മനസ്സിലാക്കാമല്ലോ. നമ്മൾ വളരെയധികം ആ സിനിമയ്ക്ക് വേണ്ടി പ്രയാസപ്പെട്ട് എടുത്തൊരു സിനിമ അതന്ന് സക്സസ് ആയില്ല. അപ്പം അതിനെ ഒരിക്കൽ കൂടെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ആ ഒരു എഫേർട്ടിന് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രതിഫലം ഇവർക്ക് കിട്ടും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നു. വളരെ സന്തോഷം തോന്നിയ കാര്യം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് തോന്നിപ്പിക്കുകയാണല്ലോ അങ്ങനെ സിനിമ വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ. അപ്പം ആ തോന്നിപ്പിക്കുന്നത് ആരോടും എന്തോ പറഞ്ഞതാണ്. ആ പറഞ്ഞ കാര്യം നടക്കട്ടെ, അതൊരു നല്ല വാക്കായി മാറട്ടെ, നല്ലൊരു സെൻറ്റൻസായി മാറട്ടെ. നേരത്തെ ഞാൻ സംസാരിച്ച പോലെ തന്നെയാണ് ഇത് നമ്മളൊരു ചരിത്രത്തിൻ്റെ ഭാഗമായി വരിക എന്നുള്ളത് ഒരു നിയോഗം കൂടിയാണ്. അപ്പോൾ ആ നിയോഗം ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി സിബിസാർ വിളിക്കുന്ന സമയത്ത് എനിക്കറിയില്ല. രഞ്ജിത്തേട്ടൻ എന്നെ വിളിച്ചിട്ട് ഊട്ടിയിലേക്ക് വരണമെന്ന് പറയുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്. തിയേറ്ററിലെത്തിയപ്പോഴാണ് എൻ്റെ ക്യാരക്ടർ എന്താണെന്നും അത് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് പിന്നീടാണ്, ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ നമ്മൾ പറയില്ല ചില കനികൾ. ഇപ്പം എനിക്ക് പറഞ്ഞതുപോലെ ചില മുത്തുകൾ കാലം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അങ്ങനെ കിട്ടിയൊരു മുത്താണ്. അത് വളരെ സന്തോഷമുണ്ട്. ഇപ്പം ഞാൻ എനിക്ക് കാണാൻ പോകുമ്പോൾ എൻ്റെ മക്കളും ഉണ്ടാവും എൻ്റെ കൂടെ തിയേറ്ററിൽ. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ കോക്കേഴ്സ് സിനിമയുമായിട്ട് 3-4 സിനിമകൾ ചെയ്തു. ഇനിയുള്ളൊരു യാത്ര ഇപ്പം വീണ്ടും അദ്ദേഹത്തിൻ്റെ തലമുറ മകളായിട്ടാണ് ഈ പ്രൊജക്റ്റുമായിട്ട് വരുന്നത്. അപ്പോൾ ഇനി ഇവരുമായിട്ടൊരു കൈകോർക്കാൻ ഒരു ഭാഗ്യമുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കും. സിയാദക്കായി ലാലേട്ടനൊക്കെ ഒരുമിച്ച്. ആ വാക്ക് തന്നെയാണ്. അതിൻ്റെ ഭാഗ്യം എനിക്കുണ്ടാകട്ടെ. സിബി സാർ,
ഈ സിനിമയുടെ ഒരു കഥ പറയുന്ന നേരത്ത് ഇത് വിശാൽ കൃഷ്ണമൂർത്തി പറയുന്ന ഒരു കഥയാണെങ്കിൽ വിശാൽ കൃഷ്ണമൂർത്തിയുടെ മാത്രം കഥയല്ല, ഇതിലെ പ്രണയം വിശാലിന്റെ അല്ല. വിശാൽ രണ്ട് പേർക്കിടയിലെ പ്രണയത്തിന്റെ പാലമായി മാറുന്നേ ഉള്ളൂ. അപ്പം അതിലേക്കൊരു അന്നും ലാലേട്ടൻ 2000-കളിൽ ഒരു വലിയ അമാനുഷികനായ സൂപ്പർ സ്റ്റാറായി നിലനിൽക്കുന്ന സമയത്ത് ഇതിലേക്ക് വരാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമാവുക, ആ ചോയ്സിനെ സിബി സാർ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അത് വളരെ യാദൃശ്ചികമായിട്ടാണ്. നമ്മൾ ഇത് എഴുതുമ്പോഴൊന്നും മോഹൻലാൽ നമ്മളുടെ ഉള്ളിലില്ല. നമ്മളൊരു ആദ്യം എഴുതുമ്പോൾ ഒരു 7 വയസ്സുകാരൻ കുട്ടിയായിരുന്നു എൻ്റെ പ്രോട്ടാഗണിസ്റ്റ്. അതിനുശേഷം ഒരു ക്യാമ്പസ് പശ്ചാത്തലത്തിലേക്ക് ഇതിനെ കൊണ്ടുവന്നു. പിന്നീട് യാദൃശ്ചികമായിട്ട് ലാലി കഥ കേൾക്കുകയും ലാല് ആ കഥ ഇഷ്ടപ്പെടുകയും അതിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അപ്പോൾ അതിന് തക്ക മാറ്റങ്ങൾ അതിലേക്ക് വരുത്തേണ്ടി വന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമായത്. പക്ഷേ ലാല് വരുന്നത് കൂടി ഈ സിനിമയ്ക്ക് വേറൊരു ലെവലിലേക്ക് ഇതിനൊരു എന്താണ് മാനം ഉണ്ടാവുകയാണ്. ഒരു വലിയ ലെവലിലേക്ക് ഈ സിനിമ മാറുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ വീണ്ടും നമുക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുന്നത്. കാരണം അന്ന് ഒരു സാധാരണ ഒരു പുതുപ്പ് ന്യൂ കമറ വെച്ചിട്ടാണ് ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് രണ്ടാമതൊരു റിലീസിന് ഇത് പ്രസക്തി ഉണ്ടാകുമായിരുന്നില്ല. ഇന്ന് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു സൂപ്പർ താരം ഇതിൻ്റെ ഭാഗമായി ഉള്ളത് കൊണ്ടാണ് ഈ റീ റിലീസിൻ്റെ പ്രസക്തി തന്നെ സംഭവിക്കുന്നത്. ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ ഓഡിഷന് 2 മാർക്ക് കൊടുത്ത നടൻ പിന്നീട് 2 ദേശീയ അവാർഡ് വാങ്ങിക്കുക, ദേവദൂതനെ പോലെ കാലത്തിന് അതിജീവിച്ചൊരു സിനിമയിൽ നായകനാവുക, ആ നിയോഗത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അത് അന്ന് കൊടുത്ത 2 മാർക്കിൽ 2 നാഷണൽ അവാർഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ കുറച്ചുകൂടെ കിട്ടിയിരുന്നെങ്കിൽ 2-3 തവണ ഇനിയും കിട്ടുമായിരുന്നു. അതിന്റെ പാട്ടിലെ ഏറ്റവും ഹിറ്റ് ആ കീബോർഡിൽ നിന്ന് ഒരു ചേഞ്ചിങ് വരുന്നുണ്ട്. അത് വലിയ രീതിയിൽ കയ്യടി വാങ്ങുന്ന ആ സോങ്ങിന്റെ ഇതാണ്. അതെങ്ങനെയാണ് ഒരു ചേഞ്ചിങ്ങിലേക്ക് സിബി സാർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു? ലാലേട്ടൻ ചെയ്യുകയും ചെയ്യുമ്പോൾ മനസ്സിലുണ്ടാവും സന്തോഷമുണ്ടല്ലോ. അതിപ്പോഴും അത് കാണുമ്പോൾ നമുക്ക് ആ കീബോർഡിൽ നിന്ന് പെട്ടെന്നൊരു ചേഞ്ചിങ് ആണ് ആ പാട്ടിലേക്ക് പോകുന്നത്. അതെങ്ങനെയാണ് സിബി സാർ? ഇതൊക്കെ സംഭവിക്കുകയാണ്. നമ്മൾ ഒരു എന്താണ് ലാലെപ്പോഴും പറയാനുള്ളൊരു വാക്കാണ്, നല്ല സിനിമകൾ എപ്പോഴും സംഭവിക്കുകയാണ്. ഒന്നും വലിയ പ്ലാൻ. ഇപ്പം നേരത്തെ ഭരതത്തിൻ്റെ കഥ പറഞ്ഞു. ഭരതമൊക്കെ സംഭവിച്ച സിനിമകളാണ്, മുൻകൂട്ടി പ്ലാൻ ചെയ്തുണ്ടായ സിനിമകളൊന്നുമില്ല, അപ്പോൾ സംഭവിച്ച സിനിമകളാണ്. അതേപോലെ മോഹൻലാലിനെ പോലെ ഒരു ആക്ടർക്ക് നമ്മൾക്കങ്ങനെ വലിയ എന്താണ് കൈപിടിച്ച് നടത്തി അഭിനയിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അതിനെ മനസ്സിലാക്കാനും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ നമ്മൾ ആഗ്രഹിക്കുന്നതിലും വലുതായിട്ട് നമുക്ക് തിരിച്ചു നൽകാൻ കഴിവുള്ളൊരു ആക്ടറുടെ മുമ്പിൽ അത്തരത്തിൽ മൈന്യൂട്ടായിട്ട് കാര്യങ്ങളൊന്നും നമ്മളത് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവർ ഈസ് എ ബോൺ ആക്ടർ. 24 വർഷം മുമ്പ് ഡിസംബർ മാസത്തിലാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. ആ 24 വർഷത്തിൽ അന്നുണ്ടായ ഏതെങ്കിലും ഒരു സംഭവം ഓർത്തെടുക്കുകയാണ് ലാലേട്ടനും ചെയ്യാതെ നിങ്ങൾ 3 പേരും എന്തെങ്കിലും രസകരമായ ഒരു മുഹൂർത്തം ഓർത്തെടുക്കാൻ കഴിയുമോ? ഒന്നില്ല, ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇപ്പം പറയാൻ സമയമില്ലല്ലോ. ഓർമ്മ മതി. ഞങ്ങളുടെ എല്ലാ എന്താണ് ഒന്നിച്ചുള്ള എല്ലാ സഹവാസങ്ങളും ഒരുപാട് രസകരമാണ്, ഒരുപാട് ഓർമ്മിക്കാനുള്ളതാണ്, ഒരുപാട് ആസ്വദിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ എല്ലാം കൂടെ പങ്കുവെക്കാൻ അതിൽ നിന്ന് മാത്രം വേർതിരിച്ചെടുക്കാനൊന്നും പെട്ടെന്ന് കഴിയില്ല. അതൊക്കെ എന്താ പറയാണെന്ന് എനിക്കല്ല, തിരുമേനി തീർച്ചയായിട്ടും നമുക്ക് ഈ സിനിമയിലെ വലിയ ഒരു വക്താവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വരികൾ വിദ്യാസാഗറിൻ്റെ മ്യൂസിക്കിന് വരികൾ എഴുതിയ അദ്ദേഹമാണ്. അദ്ദേഹത്തിനോട് കഴിഞ്ഞില്ലേ? സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. പ്രസ് മീറ്റ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ്